പ്രധാനമായിട്ടും സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. പറഞ്ഞു, ജ്ഞാനത്തിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ദൈവം പറയുന്ന നീ തന്നെ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് ഈശ്വരനെ വിശേഷിപ്പിച്ചത് ദൈവദശകത്തിൽ. നീയാണ് സത്യം, സത്യത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? ജ്ഞാനം ഉണ്ടാകുന്നു, അതിൽ നിന്ന് ആനന്ദം ഉണ്ടാകും. ഇപ്പം നമ്മളൊരു സിറ്റുവേഷനിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ട അവിടുത്തെ സത്യം എന്താണ്. ഒരു പ്രശ്നത്തിന് പരിഹാരം നോക്കണമെങ്കിൽ, ഒരു കേസ് തന്നെ തീർക്കണമെങ്കിൽ ആദ്യം കോടതി നോക്കുന്നത് എന്താ? ഇവിടുത്തെ സത്യം എന്താണ്? എന്നാലേ കോടതിക്ക് അതിൻ്റെ ജ്ഞാനം കിടത്തും, എന്നാലേ അത് പരിഹരിച്ച് ആനന്ദം കൊടുക്കാൻ പറ്റും, അല്ലേ? അപ്പം സ്വാഭാവികമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ബേസിക്കലായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് മനസ്സിലായി, അതിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകും, അല്ലേ? അതിനനുസരിച്ച് കർമ്മഫലങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ആനന്ദം ഉണ്ടാകും. ഈ സത്യം എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ അത് ഈ പ്രാണന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ ചലന നിയമങ്ങളാണ്. അടിസ്ഥാനപരമായ ഊർജത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പരാശക്തി എന്ന്. പ്രാണൻ. ഈ പ്രാണന്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ കാണപ്പെടാൻ കാരണം. ഗാലക്സി ആയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രാണനാണ്. പ്രാണ ഈസ് ദ ബേസിക് ഫോം ഓഫ് എനർജി. അഗ്നിയായിട്ടും വെള്ളമായും വായുവായിട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത്. ഇപ്പോൾ കാറ്റിങ്ങനെ റൺ ചെയ്യുന്ന എനർജി പ്രാണൻ അതിനകത്ത് അങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് വെള്ളത്തിനകത്ത് ആ പ്രാണൻ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. പ്രാണന്റെ ബേസിക് ഫിഗറാണ് ചക്രങ്ങൾ, ചാക്രികമാണ് പ്രാണൻ. അപ്പോൾ അതിനകത്ത് പ്യൂറായിട്ടുള്ള എനർജിയുടെ വൈബ്രേഷൻ്റെ ഫോമിനെയാണ് ഒരു ദേവത അല്ലെങ്കിൽ ഒരു ഡൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവതകൾ നല്ലത് ചീത്തയായിട്ടുള്ള ഡൈറ്റീസാണ് ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്ന ഊർജം, അതിനെക്കുറിച്ചുള്ള പഠനം, അതാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ അപാനം വ്യാനം ഉദാനം സമാനം പ്രവർത്തിക്കുന്നു. പക്ഷെ പ്രപഞ്ചം മുഴുവൻ ഈ പ്രാണനാണ്. കുണ്ടലിനിയായിട്ട് വർക്ക് ചെയ്യുന്നതും പ്രാണനാണ്. പ്രാണൻ അഗ്നിയാണ്. അതുകൊണ്ടാണ് പ്രാണനെ അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്ന സമ്പ്രദായം നമുക്ക് ഉണ്ടായത്. യജ്ഞം ചെയ്യുക, ഹോമം ചെയ്യുക. ശരീരത്തിൽ ഈ പ്രാണൻ പല രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രാണൻ പോയി കഴിയും എന്ന് പറയും, ചൂട് മാറി തണുപ്പാവുന്നു, അല്ലേ? പ്രാണൻ പോയി, മരിച്ചു പോകുമ്പോൾ പറയും പ്രാണൻ പോയി, തണുത്തു. അപ്പോൾ ശരീരം തണുത്തു. അഗ്നിയാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. സൂര്യന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് സൂര്യനിൽ നിന്നാണ് ഈ അഗ്നി വരുന്നത്. അത്രയും സൂര്യാരാധനയ്ക്ക് നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പൊ ഈ പ്രാണന്റെ ചലന നിയമങ്ങളാണ് ശരിക്കും സത്യം എന്ന് പറയുന്നത്. ആ ചലന നിയമക്ക് അനുസൃതമായിട്ട് നമ്മുടെ ഉള്ളിലെ പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. സത്യത്തിൽ നിന്നാണ് ധർമ്മം പാലിക്കാനുള്ള അറിവ് ഒരാൾക്കുണ്ടാകും. സത്യം പറയുക എന്നുള്ളതല്ല, സത്യം മനസ്സിലാക്കുന്നതിലൂടെ. ഈ സത്യം മനസ്സിലാക്കുക എന്ന് പറയുന്നതിന് ഒന്നാമത് വേണ്ട ക്വാളിറ്റി എന്താണ്? ഒരു സത്യം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ പിന്നിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണ്? പ്രാഥമികമായിട്ട് എന്താണ്? എംപ്റ്റിനെസ്. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആശയം വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. റിസർച്ചിനകത്ത് റിസർച്ച് ബയാസ് എന്ന് പറയും. ആ ബയാസ്, റിസർച്ച് ബയാസ് വെച്ചുകൊണ്ട് റിസർച്ച് ചെയ്താൽ ഫെയിലിയർ ആയിപ്പോൾ ആ റിസർച്ച് നമുക്ക് തള്ളേണ്ടി വരും. സോ ദ ഹൈപ്പോസിസ് ഷുഡ് ബി റിജക്ട്. ഹൈപ്പോസിസ് റിജക്ട് ചെയ്യേണ്ടി വരും. അത് റിസർച്ചിൻ്റെ അതിൽ ബയാസ് ഉണ്ടായിപ്പോയി, അല്ലേ? ഇപ്പം നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കാൻ പോകും, അല്ലെ പാലസ്തീനെ കുറിച്ച് പഠിക്കാൻ പോകും. പത്രത്തിനൊക്കെ വായിച്ചു വെച്ചിട്ട് നമ്മൾ പോയാൽ നമുക്കൊരു ബയാസ് ഉണ്ട്. പൂർണ്ണമായി എംപ്റ്റി ആയിട്ട് പോയി പഠിച്ചെങ്കിൽ മാത്രമേ അവിടെയുള്ള കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സയൻസ് എത്രയും ഡെവലപ്പ് ചെയ്യാൻ കാരണം എനിക്കെതിരായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ആശയമുണ്ട്, അതിനെതിരായിട്ട് ഹൈപ്പോസിസ് എഴുതി വെച്ചിട്ട് അത് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് സത്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, സത്യം നമുക്ക് പലപ്പോഴും മിക്കപ്പോഴും എതിരാണ്, അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ സത്യത്തെ ആശ്രയിക്കാൻ പോകുന്ന ആൾ അതുകൊണ്ട് തന്നെയാണ് അഹം ഒഴിവാക്കണം. അല്ലെങ്കിൽ ആശയങ്ങളെ, ചിന്തകളെ, ആശയങ്ങളെ ഒഴിവാക്കിയാൽ മാത്രമേ കണ്ണു തുറന്ന്
കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾ വന്നു കയറിയപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു പിക്ചർ മനസ്സിലുണ്ടാക്കിയിട്ട് ആ പിക്ചർ അനുസരിച്ചിട്ടാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളിലൂടെ. അല്ലാതെ യഥാർത്ഥം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയല്ല. യഥാർത്ഥത്തിൽ അങ്ങ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുമെങ്കിൽ ഞാൻ പൂർണ്ണമായും ആയിക്കൊണ്ട് ഒരുവിധ മുൻവിധികളും ഇല്ലാതെ അങ്ങേ കേൾക്കണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തത്? ഇത്ര നേരം വന്നു കയറിയപ്പോൾ മുതൽ ഞാൻ പൂർണ്ണമായിട്ടും അങ്ങ് ആയി, സീറോയിൽ. എന്നിട്ട് പൂർണ്ണമായിട്ടും അങ്ങേ കേൾക്കുക. ഞാൻ ഇടയ്ക്ക് കയറി ഒന്നും പറഞ്ഞില്ല, മൊത്തം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് എനിക്ക് അങ്ങേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡേറ്റ കിട്ടും. അങ്ങേ പൂർണ്ണമായി കുറേ എങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മുൻവിധി വരും. ആ മുൻവിധി വെച്ചിട്ട് നോക്കുന്ന എപ്പോഴും പുറത്തായാലും അകത്തായാലും എവിടെ ആയാലും നമ്മുടെ ഉള്ളിലുള്ള ആത്മീയതയെക്കുറിച്ച് മുൻവിധികളുണ്ടെന്ന്. അത് ഈ ഗുരുക്കന്മാർ, പുസ്തകങ്ങൾ, സംവിധാനങ്ങൾ, ആശയങ്ങൾ, അല്ലെ പരിശീലനങ്ങൾ, ശാസ്ത്രങ്ങൾ ഒക്കെ തരുന്ന മുൻവിധികളുണ്ട്. ആത്മീയതയിലെ ഏറ്റവും വലിയ തടസ്സവും ഈ മുൻവിധികളാണ്. ഏതെങ്കിലും ഒരു ഗുരു, ഒരു മാസ്റ്റർ, ഒരു ഹോളി പ്രവാചകൻ നിങ്ങൾക്കൊരു മുൻവിധി തരുന്നുണ്ടെങ്കിൽ അയാളാണ് നിങ്ങളുടെ ശത്രു എന്ന് ഓഷോ പറയുന്നത്. അതുകൊണ്ടാണ് അയാൾ ഒരിക്കലും നിങ്ങളെ സത്യം അറിയുന്നതിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് കെട്ടിക്കളയുക. സത്യം എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ അതിന് ജ്ഞാനത്തിലേക്കും ആനന്ദത്തിലേക്കും പരിവർത്തനപ്പെടുത്താൻ പറ്റും. നമ്മൾ പറഞ്ഞു ഇതൊരു സമവാക്യമാണ്, കൃത്യമായിട്ടുള്ള സമവാക്യമാണ്. സത്യം, ജ്ഞാനം, ആനന്ദം. അപ്പൊ സത്യം അറിയുക എന്നുള്ളതിന് ആദ്യമേ നമ്മൾ ഈശ്വരൻ അതാണ്, ഇതാണ്, ആത്മീയത അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡേറ്റ വെച്ചിട്ട് നമ്മൾ പിന്നെ റിസർച്ച് ചെയ്യുക. എന്ത് ആ ഡേറ്റയിലുള്ള കാര്യം ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. അതിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പുറത്ത് നമ്മൾ. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഹിന്ദു ആയിട്ടുള്ള ഒരു മൈൻഡ് റിസർച്ച് ചെയ്യുന്നത് ഹിന്ദുയിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള സത്യത്തെ കണ്ടുപിടിക്കാൻ. ക്രിസ്ത്യൻ മൈൻഡ് റിസർച്ച് ചെയ്യുന്നത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു സത്യത്തെ കണ്ടുപിടിക്കാൻ. ഇസ്ലാം മൈൻഡ് ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ദൈവത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് റിസർച്ചിന് പറയാൻ പറ്റൂല, സത്യം അറിയാൻ പറ്റാതെ പോകും. അത് ചിലപ്പോൾ ഹിന്ദു ആയിട്ട് ജനിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പം അങ്ങ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ, അങ്ങ് ഹിന്ദു മിത്തോളജിയിൽ ഇൻട്രസ്റ്റ് വന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുമ്പോൾ ആ മൈൻഡിൽ നിന്നോട്ടായിരിക്കും റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ജനിച്ചത് എങ്ങനെയാണെന്നുള്ള വിഷയമല്ല, അവിടെ ഒരു ഹിന്ദു മൈൻഡാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്. എംപ്റ്റീനെസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു നോളജ് നമ്മളിലേക്ക് ഒഴുകി വരില്ല. ഇനിയും എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ അതിനൊരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. സാർവലൗകികത എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെടും. ഇപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒക്കെ ഇത് സയൻസാണ്, ഇത് ആപ്ലിക്കബിളാണ്, യൂണിവേഴ്സലായിട്ട് ഇത് ആപ്ലിക്കബിളാണ്. ഞാനൊരിക്കലും ഒരു ഹിന്ദു സ്പിരിച്വാലിറ്റി പറയാറില്ല, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി പറയാറില്ല, മുസ്ലിം സ്പിരിച്വാലിറ്റി പറയാറില്ല. പക്ഷേ ഹിന്ദു സിസ്റ്റത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ട്രൂത്ത് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല ലളിതാത്രിപുരസുന്ദരി വിഷ്ണു ശിവനും മാത്രം തന്ത്രത്തിൽ ആരാധിക്കാവൂ. ഞാൻ ജീസസിന് ധ്യാനം കൊടുക്കാറുണ്ട്, ജപം കൊടുക്കാറുണ്ട് ആളുകൾക്ക്. കാരണം അവരുടെ മൈൻഡ് ഇടുങ്ങിയതാണ്. അവർക്ക് ഒരു ഹിന്ദു ദൈവത്തിനെ ആരാധിക്കരുതെന്ന് ഇതൊക്കെ പിശാചാണെന്ന് അച്ഛന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ പിടിച്ചിട്ട് ഇന്ന് ത്രിപുരസുന്ദരിയുടെ ദീക്ഷ കൊടുത്ത് ഉപാസിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ല. ഒരുപാട് ക്രിസ്ത്യാനികൾ ഒക്കെ ശ്രീവിദ്യാ പദ്ധതിയിൽ ദീക്ഷ എടുത്ത് ഉപാസിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്ക് അയ്യോ അത് എങ്ങനെയാണ് എന്നൊരു സംശയം വരുമ്പോൾ നമ്മളവരെ ബുദ്ധിമുട്ടിക്കത്തില്ല. അവരുടെ തന്നെ ദേവതകളുടെ മെഡിറ്റേഷൻ ജപം കറക്റ്റ് ചെയ്ത് താന്ത്രികമായ രീതിയിലാക്കി കൊടുക്കും. അപ്പോൾ കുറേ എഡിറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ നീണ്ട പ്രാർത്ഥനകളാണ്. അപ്പോൾ ഒരു ദേവതയുടെ ഒരു ന്യൂറോൺ നെറ്റ്വർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യത്തില്ല. ഇപ്പം നമശിവായ 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 റിപ്പീറ്റഡ് ആയിട്ട് കമാൻഡ് ഉപബോധം മനസ്സിൽ വരുമ്പോഴാണ് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഡീപ് ബ്രെയിൻ പ്രോസസ്സാണ് കൊഗ്നേഷൻ എന്ന് പറയുന്നത്. തിങ്കിങ്, റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ അവിടെ ന്യൂറോ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യണം, സെൻസറി എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോഴും ഒരു ദേവതയ്ക്ക് അതിൽ കൂടി റൺ ചെയ്യാൻ പറ്റും. ഈ റണ്ണിങ് അവിടെ നടക്കത്തില്ല. ലോങ് പ്രാർത്ഥനകളാകും പറ്റും, പക്ഷെ ഭയങ്കര താമസമാണ്. പക്ഷെ താന്ത്രികമായ നിയമം വെച്ചിട്ടാകുമ്പോൾ ചെറിയ ഒരു ബീജമന്ത്രങ്ങൾക്കാണ് പവർ കൂടുതൽ. അപ്പോൾ ആ ബീജമന്ത്രമാക്കി ജീസസിന്റെ പ്രാർത്ഥന കൊടുത്താൽ അവർക്കത് വർക്കബിളാണ്. അങ്ങനെ നോക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ മനസ്സിലാവും. മാതാവിൻ്റെ കൊടുക്കുമ്പോൾ അപ്പം
അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, നമ്മളൊരു മതാധിഷ്ഠിതമായിട്ടല്ല, സയന്റിഫിക് ആയിട്ടാണ് ഇതിനെല്ലാം സമീപിക്കുന്നത് എന്ന് പറഞ്ഞ് സയൻസിന്റെ അന്ധവിശ്വാസങ്ങൾ നമ്മൾ എടുക്കുന്നുമില്ല. സയൻസിന് കുറേ അന്ധവിശ്വാസമുണ്ട്, ബയസ് ഇതൊക്കെ പറഞ്ഞാലും അതും നമ്മൾ എടുക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ട്രൂത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ജ്ഞാനം കിട്ടുന്നത്. അപ്പം അങ്ങനെ ട്രൂത്ത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതങ്ങൾ പറഞ്ഞതിൽ നിന്നുള്ള കാര്യങ്ങൾ എടുക്കുകയും മതങ്ങളിൽ പറഞ്ഞതിൽ നിന്നുള്ള പ്രോബ്ലംസിനെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. എക്സാമ്പിൾ, സെമൻ റിട്ടൻഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരുപാട് തെറ്റിദ്ധാരണയുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ എന്താ പറയുന്നത്, ഒരു മലയുടെ മേലെ നിൽക്കുക, ഈ മലയുടെ താഴോട്ട് ഒരു കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ താഴെ ചെല്ലാൻ നിൽക്കട്ടെ. പക്ഷെ ഒരു വാഹനമുണ്ട്, ഈ വാഹനത്തിൽ ഈ മലയുടെ മേലിൽ നിന്ന് ഇറങ്ങി താഴെ വരണമെങ്കിൽ ഇത് മുഴുവൻ ചുറ്റാണ്, അതിൻ്റെ കയറി ഓടിച്ച് ഇതെല്ലാം ചുറ്റിത്തരാം. ആ സമയം താഴോട്ടൊരു കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയാൽ താഴെ ചെല്ലുമെന്നുണ്ടെങ്കിൽ എന്താ എളുപ്പമുണ്ട്. നമ്മൾ ഈ ചുറ്റുന്ന കൂട്ട് വണ്ടി കയറി ഇറങ്ങുന്ന കൂട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ മൂക്ക് പിടിക്കുന്നത് വളഞ്ഞ്. അങ്ങനെയാണ് നമ്മളുടെ റിലീജിയസ് പ്രാക്ടീസുകളിൽ പലതും പോകുന്നത്. കാരണം കാലപ്പഴക്കം കൊണ്ട് അതിനകത്ത് കുറേ അബദ്ധങ്ങൾ വന്നു കൂടിയിട്ട് ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. തന്ത്രം അതിൻ്റെ സ്പീഡ് കൂട്ടുന്ന ഒരു പദ്ധതിയാണ് താന്ത്രിക പദ്ധതികൾ. തന്ത്രം ഏറ്റവും പഴയതും ഏറ്റവും പുതിയതുമാണ്. തന്ത്രത്തിനോട് ദൈവത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയത്തില്ല, നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്സ് തരും, നിങ്ങളത് യൂസ് ചെയ്ത് നോക്കാൻ പറയും. നിങ്ങളത് ചെയ്തു നോക്കിയാൽ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിലായിരിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പം ശരിക്കും ഒന്നാമത് നമ്മുടെ കംപ്ലീറ്റ് ആശയങ്ങളും കളയാതെ തന്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഒരാശയം ഉള്ളിരിക്കാൻ പാടില്ല. ഒരാശയം ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വിജയം പരാജയങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഉള്ള കംപ്ലീറ്റ് കളയണം. പൂർണ്ണ നഗ്നനായിട്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആത്മാവിൽ ദരിദ്രം? അറിവ്, അറിവില്ലായ്മ, നിഷ്കളങ്കത. മത്തായിയുടെ സുവിശേഷം 1-7 വരെ, ഹൂ വിൽ എൻ്റർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? ഞാൻ ട്രൂലി ഐ ആം സേയിങ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഒരു ശിശുവിനെ, അദ്ദേഹം ഒരു ശിശുവിനെ വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു, ട്രൂലി ഐ ആം സേയിങ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല. ശിശുവിനെ പറഞ്ഞ കൂട്ടിവെക്കലുകളോ ആശയങ്ങളോ പാസ്റ്റോ ഫോണ്ട് ചെയ്യുന്നില്ല ഒരു ശിശുവിനെ. അവൻ 100% ഇന്ദ്രിയങ്ങളിലാണ്, പ്രസന്റിലാണ്, ധ്യാനത്തിലാണ്, വർത്തമാനകാലത്തിലാണ്. ഫ്യൂച്ചറോ അവനെ അലട്ടുന്നില്ല. ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. നാളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, കുണ്ഠിതപ്പെടണ്ട. നാളെ തന്നെത്താൻ നിവർത്തിച്ചോളും. പക്ഷികളെയൊക്കെ നാളെ ആലോചിച്ചിട്ട് ജീവിക്കുന്നുണ്ടോ? മൃഗങ്ങളും പക്ഷികളും നാളെ എനിക്ക് ഫുഡ് കിട്ടുമോ? ആലോചിച്ച് നോക്കി. ഇതൊന്നും ആലോചിക്കാതെ കോടാനുകോടി ജീവജാലങ്ങൾക്ക് എന്നും ഫുഡ് കിട്ടുന്നുണ്ടല്ലോ. പട്ടിണി കിടന്നു പോകുന്നൊരു ജീവിയെ നമ്മൾ കാണുന്നില്ല. കോടാനുകോടി ജീവജാലങ്ങൾക്ക് എന്നും ആരാണ് ഇത്ര കൃത്യമായി ഫുഡ് കൊടുക്കുന്നത്? യുക്തിപരമായിട്ട് ആലോചിച്ച ഒരു അത്ഭുതമല്ലേ? എന്ന് ഫുഡ് കിട്ടണ്ടേ? അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഫുഡ് കിട്ടണ്ടേ? ഇത് ചത്തുപോകത്തില്ല, കുറച്ച് ദിവസം ഒന്നിച്ച് ഫുഡില്ലാതില്ല. അങ്ങനെ ആരും ചാവുന്നതായിട്ട് കാണുന്നില്ല മനുഷ്യൻ വെച്ചു ചില സ്ഥലത്തൊക്കെ അല്ലേ. പ്രപഞ്ച നിയമങ്ങൾ ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്റെ വിചാരം അവനാ ഇതെല്ലാം നടത്തുന്നത്. ഒരിക്കലുമല്ല. അപ്പൊ ശരിക്കും നാളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, നാളെ തന്നെ നിർത്തുള്ളൂ. ആ സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെടുന്നു അവൻ, ഭൂമിയിൽ ഇവിടെ താഴ്ത്തപ്പെടും. ഇവിടെ താഴ്ത്തപ്പെടുന്നു അവൻ സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെടും. എന്തോ കാര്യം? ഇവിടെ സ്വയം അവന്റെ ഈഗോയെ ഇല്ലാതാക്കുന്നു, അവൻ സ്വർഗരാജ്യത്തിൽ ഉയർത്തപ്പെടും. അഷ്ടാംഗയോഗി അതെല്ലാം പറയുന്നു. അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെന്നോ ഇതൊന്നും. അഷ്ടാംഗയോഗയാണെന്നെല്ലാം പറയുന്നത്, എല്ലാം പറയുന്നത് അഷ്ടാംഗയോഗ. അതിന് യോഗ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ശരിക്കും
ഈ നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണമായ നഗ്നത, ഉള്ളിലുള്ള നഗ്നത, ശുദ്ധമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാശയങ്ങളും ഇല്ലാതെ ഒന്നിനെ, നമ്മളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒന്നിനെക്കുറിച്ച് അപ്പോൾ മനസ്സൊട്ട് മക്കിയെത്തില്ല. ആ പതഞ്ജലി പറയുന്ന യോഗശ്ചിത്തവൃത്തി നിരോധന. യോഗം എന്ന് പറഞ്ഞാൽ, യോഗസൂത്രത്തിൽ എന്താ പറയുന്നത്? യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിരോധനമാണ്. ഇത് സംഭവിക്കുന്നെങ്കിൽ ഉള്ളിൽ ആശയം വെച്ചുകൊണ്ടിരുന്നാൽ പറ്റും. ഉള്ളൊരു ആശയം വെച്ചുകൊണ്ടിരുന്നാൽ പുറത്തുനിന്ന് വരുന്ന ഒരു അനുഭവത്തെ ഈ ആശയത്തിന് അനുകൂലവും പ്രതികൂലവുമാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ ആശയത്തിന് അനുകൂലമായിട്ട്, ആ അനുഭവത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒന്നായിട്ടും പ്രതികൂലമായിട്ട് ചിന്തിക്കുന്ന ഒന്നായിട്ടും മനസ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ രണ്ടിൽ നിന്ന് 2000 തീരുകയും അങ്ങനെ അത് എൻ്റെ കോശാന്തരങ്ങളിലേക്ക് കടന്ന് അതിനെ നെഗറ്റീവായിട്ട്, അശക്തനായിട്ട്, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്ന് പറഞ്ഞിട്ട് എന്നെ അശക്തനാക്കി മാറ്റി, കൺഫ്യൂഷൻ അടുപ്പിച്ച് എനിക്ക് ഒരു പിണ്ണാക്കും മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് എന്നെ വികലമാക്കി നശിപ്പിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റും. ഞാൻ അശക്തനാകുമ്പോൾ, കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്നിൽ ബ്രെയിൻ കെമിക്കൽസ് നെഗറ്റീവ് ആകും. അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള നെഗറ്റീവ് അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള സൂക്ഷ്മശക്തികൾ വന്ന് ആ നെഗറ്റീവായിട്ടുള്ള സൂക്ഷ്മശക്തികൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അസുഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരുന്നു. പിന്നെ ഈ അസുഖങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് നരകിച്ചു. ഇതെല്ലാം തുടങ്ങുന്ന മനസ്സിൻ്റെ ഡിവിഷനിൽ നിന്നാണ്. ഈ 2 ആയി 4 ആയി 8 ആയി തെറ്റുപറയുക, ചെയിൻ റിയാക്ഷൻ നടന്ന ആറ്റം ബോംബിൻ്റെ കുത്ത് 2 ആയി 4 ആയി, അത് തമ്മിൽ കൂട്ടിയിടിച്ച് 8 ആയി, അത് തമ്മിൽ കൂട്ടിയിടിച്ച് 16 ആയി. ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ നടന്ന വലിയ ചിന്തകളുടെ വലിയ ബോംബിങ് തലയിൽ സംഭവിച്ചിട്ട് മനുഷ്യൻ മട്ടുപിടിച്ച് നടക്കുക. ഇതൊക്കെ സത്യത്തിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പങ്ങളാണ്. ഒരു പൂച്ചയുടെ, ഒരു പട്ടിയുടെ കൂട്ട് സത്യസന്ധമായി നമ്മൾ ജീവിതത്തോട് പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും ഭയങ്കര പവർ ഉണ്ടാവും. അവിടെ നമ്മൾ ആത്മീയത, നമുക്ക് പറഞ്ഞു തന്ന ആത്മീയതകൾ ഒബ്സർവേഷൻ ഇല്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. ഒന്നാമത് നമ്മൾ ആത്മീയത പഠിക്കണമെങ്കിൽ എന്നെ ഈശ്വരൻ എങ്ങനെ സൃഷ്ടിച്ചോ ആ ശുദ്ധമായ അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുക. എന്നെ ശുദ്ധമായ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മൃഗമാണ്, ഹോമോസാപ്പിയൻ. മനുഷ്യൻ്റെ മൃഗീയതയെ അറിയുക. മൃഗീയത ചെയ്യണം എന്നല്ല പറഞ്ഞത്, മൃഗീയതയെ പൂർണ്ണമായും അറിയണം, അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ ശരീരത്തെയും എൻ്റെ ശരീരത്തിലുള്ള വിചാരങ്ങളെയും നിന്ദിക്കാതെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യണം. നമ്മളോട് ആരൊക്കെയോ പറഞ്ഞു, ശരീരത്തിന് അരയ്ക്ക് കീപ്പറം മോശപ്പെട്ട ഒരു സ്ഥലമാണ്, ലൈംഗിക അവയവമുള്ള ഭാഗം മോശപ്പെട്ട സ്ഥലമാണ്. ശരിയാണ്, മലവും മൂത്രവും ഒക്കെ അതുവഴി പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു മോശപ്പെട്ട സ്ഥലമാണെന്ന് പറയും. പക്ഷേ അത് ശരിക്കും ഫിസിക്കലാണ്. മെറ്റീരിയലി അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം സൃഷ്ടികർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കർമ്മം നടക്കുന്നത് അതുവഴിയാണ്. അടുത്ത ജനറേഷൻ ഉണ്ടാകുന്ന ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള അവസ്ഥ അവിടെയാണ് സംഭവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലേക്കുള്ള വാതിലതാണ്. ഒരു കുട്ടിയുടെ പ്രപഞ്ചത്തിലേക്കുള്ള വാതിൽ, നമ്മൾ പ്രപഞ്ചത്തിലേക്കുള്ള വാതിൽ അതാണ്. അമ്മയുടെ ജനനേന്ദ്രിയത്തിലൂടെയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ എനർജി ലെവലിൽ ഇതൊന്നും മോശമല്ല, നല്ലതുമല്ല. തന്ത്രത്തിലൊന്നും മോശവും നല്ലതുമില്ല. മോശവും നല്ലതും ഡിവൈഡ് ചെയ്യുന്ന മൈൻഡാണ് നമ്മളെ ചിന്തകളെ ഇരട്ടിയാക്കി കൂട്ടിയിടിപ്പിച്ച് ഇരട്ടിയാക്കി കൊണ്ടുവന്ന് നമ്മളെ വഴിതെറ്റിച്ച് നശിപ്പിക്കുന്നത്. പൂർണ്ണമായ സത്യത്തിൽ നിന്ന് മാത്രമേ സത്യാന്വേഷണം സാധ്യമാവൂ. സത്യത്തിൽ നിൽക്കാതെ എങ്ങനെ സത്യാന്വേഷണം സാധ്യമാകുമെന്നായി പറയുന്നു. ഞാൻ ബേസിക്കലി ഒരു മൃഗമാണെന്നും എൻ്റെ ഉള്ളിൽ സെക്സ് ഉണ്ടെന്നും വയലൻസ് ഉണ്ടെന്നും അറിയുമ്പോൾ എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പറ്റൂല. ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ അതിനെ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ അനുഭവിക്കാൻ പറ്റണം. മാനസികമായി ഇതിനെ ഡിവൈഡ് ചെയ്യാതെ ഇരുന്നാൽ തന്നെ ഇത് വലിയ ശല്യമുണ്ടായി മൈൻഡിലോട്ട് കയറില്ല. ഇന്ന് മുതൽ പണം വേണ്ട എന്ന് വിചാരിച്ചാൽ അന്ന് മുതൽ നമ്മളെ കൊണ്ട് പണം വാങ്ങിക്കാനുള്ള എല്ലാ പരിപാടിയും പ്രപഞ്ചം ചെയ്യും. പണമില്ലാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പണം മാത്രം മതി എന്ന് പറഞ്ഞാൽ അല്ല, വേറെ പല കാര്യങ്ങളുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. സത്യം പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കള്ളം പറയാനുള്ള എല്ലാ സാഹചര്യവും പ്രപഞ്ചം കൊണ്ടുതരും. എന്നാൽ നമ്മൾ കള്ളവേ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതുകൊണ്ട് നമ്മൾ സെന്ററിൽ നിൽക്കണം. സുവർണ മധ്യമ നിയമം ബുദ്ധൻ പറയുന്ന, കൃഷ്ണൻ പറയുന്ന മധ്യമ മാർഗം ഗീതയിൽ
അവിടെ ഈ മധ്യമ മാർഗത്തിൽ നിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഒന്നും അപ്പോൾ മനസ്സ് വർക്ക് ചെയ്യത്തില്ല. മനസ്സെപ്പോഴും വർക്ക് ചെയ്യുന്ന രണ്ട് എഡ്ജിലാണ്. ഉണ്ടോ ഇല്ലയോ, സത്യമോ കള്ളോ, പാപമോ പുണ്യമോ. പക്ഷെ ഇതൊക്കെ എഡ്ജാണ്. ജീവനം സംഭവിക്കുന്ന നടുക്കൂടാണ്. അതാണ് സത്യം. നമ്മൾ നടുക്ക് നിൽക്കത്തില്ല. ഇപ്പം ഞാൻ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് മോശമായിട്ട് വരുമ്പോൾ ഞാൻ മോശമായിട്ട് വരുമ്പോൾ, നല്ലതായിട്ട് വരുമ്പോൾ നല്ല. പാപം ചെയ്യുന്ന ആളാണോ പുണ്യം ചെയ്യുന്ന ആളോ, പുണ്യവാനാണോ പാപിയാണോ? ഞാനിത് രണ്ടും ചെയ്യുന്ന ആളാണ്. ചില സമയത്ത് പാപം ചെയ്യും, ചില സമയത്ത് പുണ്യം ചെയ്യും. കാരണം മനുഷ്യനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തേ പറ്റും, അല്ലാതെ പറ്റത്തില്ല. ചിലപ്പോൾ കള്ളം പറയും, ചിലപ്പോൾ സത്യം പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സെൻറ്ററിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതാണ് സത്യം. അയാളാണ് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ കള്ളവേ പറയത്തില്ല എന്ന് പറഞ്ഞാൽ കള്ളമാണ്. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ആളുകൾ, അല്ലേ? സത്യമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നല്ലതും ചീത്തയുണ്ട്, പാപം പുണ്യം സത്യം, ഇതൊന്നും സെൻട്രൽ ജീവിതത്തിൽ അങ്ങനെയല്ല. പക്ഷെ മൈൻഡിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം വരെ ഉള്ള കണക്ഷൻ ഉണ്ടാകുന്ന മൈൻഡിലൂടെ. അതാണ് മൈൻഡ് നിരോധിക്കാൻ പറയുന്നത്. അപ്പൊ ഈ ശല്യമെല്ലാം അങ്ങ് പോകും. നമ്മൾ സാധാരണമായിട്ട് ജെനുവിനായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് കുണ്ടലിനി ബാലൻസ്ഡ് ആകുന്നത്. കുണ്ടലിനി സുഷുമ്നോ കൂടെ പ്രവർത്തിച്ചെങ്കിലേ സഹസ്രാരത്തിലേക്ക് എത്തി സമാധിയിലേക്ക് എത്താൻ പറ്റുമോ? കുണ്ടലിനി മൈൻഡ് ഉണ്ടെങ്കിൽ ഇടമെങ്കിലെ കൂടെ മൈൻഡിലൂടെ കയറി വികലമാക്കി കൊണ്ടേയിരിക്കും. അറ്റം മുറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കും, അതേ ഉള്ളൂ. പൂർണ്ണത വരാൻ പോകുന്നില്ല. നമ്മുടെ അനുഭവങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കണം. നമ്മൾ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി അത് കുണ്ടലിനിയെ ഡിവീറ്റ് ചെയ്യിക്കുന്നു. മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കുണ്ടലിനി മൈൻഡിലേക്ക് വളരത്തുള്ളൂ. അതിന് വേറെ ഓപ്ഷൻ ഇല്ല. മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൈൻഡിലൂടെ മാത്രമേ അതിന് പോകാൻ പറ്റത്തുള്ളൂ. അതാ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ലേ പറയുന്നത്. ഈ മനസ്സിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാമെങ്കിൽ മനസ്സ് എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയണം. മനസ്സെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മനസ്സെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നല്ലത് നിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതറിയണ്ടേ എങ്ങനെയാണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ? എങ്ങനെയാണ് ചിന്ത കൊണ്ടാകുന്നത്? ഞാൻ എല്ലാവർക്കും ഉണ്ട്, മൃഗങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷെ മൃഗങ്ങൾക്ക് ഇത്ര ചിന്തയില്ല. അവർ സെൻസറി ഒബ്സർവേഷനിലാണ് ഇപ്പോൾ. അതുകൊണ്ട് അവർക്ക് വട്ടുപിടിക്കുന്നില്ല. മാനസിക രോഗികളായിട്ടുള്ള പട്ടിയും പൂച്ചയും നമ്മൾ കാണുന്നില്ല. എത്രയൊക്കെ ക്രൂര പീഡനങ്ങൾ ഏറ്റവും അങ്ങനെയുള്ള കുട്ടികൾക്കും പ്രശ്നമില്ല. ഞാൻ ഈഗോ വരുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവും. ആ ഈഗോ ഉണ്ടാകുന്നത് എങ്ങനെ? ഈഗോ ആണ് മൈൻഡ്. അതുണ്ടാകുന്നത് എങ്ങനെ? ഞാനുള്ള ബോധം ഉണ്ടെന്നൊക്കെല്ലാം ഉണ്ട്. അതല്ല, ഈ മൈൻഡ് എങ്ങനെ ഉണ്ടാകും? ചിന്തകൾ, ഞാൻ എന്നുള്ള ചിന്തകളുണ്ടാകും. ഞാൻ എന്നുള്ളതൊരു ചിന്തയായി മാറണം എപ്പോഴും. അത് പറഞ്ഞാൽ ഇത്ര ഞാനൊരു ബോധമുണ്ടല്ലോ. ഞാൻ എന്നുള്ളത് ചിന്തയായി മാറുമ്പോഴല്ലേ പ്രശ്നം. അതെപ്പോഴാണ് ആഗ്രഹങ്ങൾക്ക്, ഡിസൈറിനെതിരായിട്ട്, വാസനകൾക്ക് എതിരായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാനുണ്ടാവും. അല്ലെങ്കിൽ ഞാനില്ല. ഞാനൊരു ചോക്ലേറ്റ് അങ്ങേക്ക് നീട്ടി ഇന്നത്തെ എടുത്തു, ഉടനെ അത് എടുക്കാൻ വന്നപ്പോൾ ഞാനങ്ങ് മാറ്റി. അപ്പോൾ ആ ഊർജ്ജം മുഴുവൻ അങ്ങയുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ഊർജ്ജവും ചിന്തയിലേക്ക് കയറി. ഇതെന്താ മാറ്റിയത്? കാണിച്ച വൃത്തികേടായല്ലോ. അതെന്താ അങ്ങനെ കാണിച്ചു? അവനെന്താ ഇതിനെ എങ്ങനെ അത് നേടിയെടുക്കാം? ഉണ്ടോ? മൈൻഡ് ഉണ്ടായ കണ്ടോ ഡിസൈറിൽ നിന്ന്? നേരെ മറിച്ച് ആ ചോക്ലേറ്റ് ഉണ്ട് അന്നേന്ന് പറയുമ്പോൾ ഞാനിത് കയ്യിലോട്ട് തരുമ്പോൾ അത് വാങ്ങിച്ചാലോ? പിന്നെ ചിന്തയുണ്ടോ? അത് പിടിച്ചോണ്ട് ആലോചിച്ചുകൊണ്ട് വെക്കുമോ? അത് പൊളിച്ച് 5 സെൻസ് ഉപയോഗിച്ച് ആ ഡിസൈർ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുമോ? എന്ത് ചെയ്യും? അപ്പം തന്നെ അത് പൊളിക്കുന്നു, മണക്കുന്നു, തിന്നുന്നു, ടേസ്റ്റ് അറിയുന്നു, സമാധിയെ പ്രാപിക്കുന്നു ഒരു നിമിഷത്തേക്ക്. ബാഹ്യബോധം ആ ടേസ്റ്റ് എന്ന് പറയുന്ന സെൻസിലൂടെ, ആ ഇന്ദ്രിയത്തിലൂടെ പൂർണ്ണമായി വന്ന ആന്തരിക ബോധമായിട്ട് ഒന്നായി ചേരുമ്പോൾ ഒരു നിമിഷം സമാധി പ്രാപിച്ചിട്ട് പറയുന്നു, ചത്താ മതി, എന്തൊരു ടേസ്റ്റാണ്. ജന്മമരണ ചക്രങ്ങളൊന്നും കാര്യമില്ല. ഞാൻ ആനന്ദ സ്വരൂപനാണ്. എനിക്ക് പുറത്ത് ഈ ശരീരത്തെ കുളിപ്പിച്ച് കൊണ്ടുവത്തി ചോക്ലേറ്റ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ചോക്ലേറ്റ് വാങ്ങിച്ച് തിന്നിട്ട് ആനന്ദിക്കൊന്നും വേണ്ട. ഞാൻ പൂർണ്ണ ആനന്ദ സ്വരൂപനാണ് തിരിച്ചറിയും. അപ്പോൾ ശരീരം പോയാൽ പോലും എനിക്ക് വിഷയമില്ല. അതാ ചത്താ മതി എന്ന് പറയുന്നത്. ഒരു സെൻസ് മാത്രമാകുമ്പോഴാണ് പാട്ട് കേൾക്കുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ പറയും, മനോഹരമായ പാട്ട് കേൾക്കുമ്പോൾ ചത്താ മതി, എന്തൊരു രസം. നല്ല സ്മെല്ല് കേൾക്കും, നല്ല വിഷം കാണും. സെക്സിൻ്റെ പ്രത്യേകത ഈ 5 കാര്യവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു.
അതാണ് അത്ര അഡിക്ഷനായി വരില്ല. നമ്മുടെ ഡിസൈറിൻ്റെ ഒരു മനുഷ്യൻ്റെ ഫുള്ളായിട്ടുള്ള കംപ്ലീഷൻ നടക്കുന്നത് സെക്സിലാണ്. അത് അധമമാണെന്നും അത് മോശമാണെന്നും മനുഷ്യൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സൃഷ്ടി പൂർണ്ണമാകുന്നത് അവനൊരു പുതിയ പ്രജയെ സൃഷ്ടിക്കുമ്പോഴാണ്. ഒരാണായാലും പെണ്ണായാലും ഒരു സൃഷ്ടിയിലാണ് പൂർണ്ണത വരുന്നത്. ഭൗതികമായ പൂർണ്ണത, ആത്മീയമായ പൂർണ്ണത അല്ല ഞാൻ പറയും. ആത്മീയത ഇത് സഹസ്രാരത്തിലെത്തുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുമോ ഈശ്വരൻ? അതാണ് ചോദ്യം. മനസ്സിലായോ? ഒരു മനുഷ്യന് അങ്ങനെ ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല, അപ്രസക്തമാണെങ്കിൽ. അല്ലേ? ലോകത്തെ എല്ലാവരും സന്യാസിമാരാണെന്ന് വിചാരിക്കുക, അടുത്ത ജനറേഷൻ ഉണ്ടാവും. സന്യാസിമാരും സന്യാസിനികളുമാണ് ലോകത്തെല്ലാവരും. ഒരു സുപ്രഭാതത്തിലൊക്കെ സന്യാസി. അപ്പോൾ അത് സാർവലൗകികമായി അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? പിന്നെ അടുത്ത ജനറേഷൻ ഇല്ല, കഴിഞ്ഞു. ജനറേഷൻ വേണ്ടെങ്കിൽ പിന്നെ ആദ്യമേ ഉണ്ടാക്കത്തില്ലല്ലോ ദൈവം ആഗ്രഹിക്കുന്നു. അതും ഇത്രയും നാളുള്ള ജീനുകളെ ശുദ്ധി ചെയ്തിട്ടുള്ള തലമുറയാണ് അടുത്തതുണ്ടാകുന്നത്. ഇതുവരെയുള്ള ജീനുകളുടെ കുഴപ്പങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു. ഉണ്ടായാൽ മാത്രം പോരാ, അത് കൂടുതൽ മെച്ചപ്പെട്ട ക്രിയേഷൻ ആയിരിക്കണം. നമ്മളും അങ്ങനെയാണല്ലേ, റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് എങ്ങനെ എനിക്ക് ബെറ്റർ ആകും നമ്മൾ കറക്റ്റായിട്ടുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവായിട്ടുള്ളവർ എങ്ങനെ എനിക്ക് കൂടുതൽ, എൻ്റെ ഒരു പാട്ടുകാരാണ്, എങ്ങനെ അവൻ്റെ പാട്ട് കൂടുതൽ മെച്ചപ്പെടുത്താം, കൂടുതൽ ആനന്ദം ആളുകൾക്ക് എങ്ങനെ കൊടുക്കാം, അങ്ങനെ നോക്കുന്നവർ ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇത്രയും മനോഹരം, ഇത്രയും നന്നായിട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ആത്മീയപരമായിട്ടും അങ്ങനെയുള്ളവരുണ്ട്. എങ്ങനെ കൂടുതൽ ആളുകൾക്ക് സ്പിരിച്വാലിറ്റി ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റും. ലൈറ്റ് വർക്കേഴ്സ് എന്ന് പറയും. എങ്ങനെ ആളുകളുടെ ദുഃഖം കുറയ്ക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തെ ഇത്രയും ഭംഗിയായിട്ട് മുന്നോട്ട് അടുത്ത തലമുറയെ കൊണ്ടുപോകുന്നത്. അത് ഈശ്വരൻ്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. കാരണം ഈശ്വരൻ്റെ ഒരു ടോട്ടൽ ബേസിക് ഗുണമാണത്. ആ റിനോവേഷൻ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, നവീകരണം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, നവീകരണമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവീകരണം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്തവർ, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാത്തവരാണ്. എനിക്കെങ്ങനെ ബെറ്റർ ആക്കാം, എന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ദുരിതം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും അവരാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവർ, യഥാർത്ഥത്തിൽ നല്ല ആൾക്കാർ, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ. ഞാൻ പോലെയുള്ള ദുരിതം എങ്ങനെ ആളുകൾക്ക് കൂട്ടിക്കൊടുക്കാം എന്ന് ആലോചിക്കുന്നവരുമുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ നവീകരണം എന്ന് പറഞ്ഞ പ്രോസസ്സ്, നമ്മൾ സത്യത്തിൽ നിന്ന് ആണ് ജ്ഞാനം ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് നവീകരണം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആനന്ദം ഉണ്ടാകുന്നത്. അപ്പം മനസ്സുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഡിസയറിന് എതിരായിട്ടൊരു സംഭവം വരുമ്പോൾ, ഇല്ലെങ്കിൽ അവിടെ മൈൻഡില്ല, നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവിതം, അല്ലേ? എനിക്ക് വേണ്ട എല്ലാ സംഭവം ഒരാൾ എൻ്റെ മേശയുടെ മുന്നിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ, ഫുഡ് ഉൾപ്പെടെ, ഞാൻ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, ശക്തിയുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും, മൈൻഡ് വർക്ക് ചെയ്യുമോ? ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കത്തല്ലേ ഉള്ളൂ, എല്ലാം ചുറ്റുമുണ്ട്. എന്നാൽ ഈ ചുറ്റും ഈ സാധനം വെക്കുമ്പോൾ, ഫുഡായാലും സെക്സ് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ മേശയുടെ ചുറ്റും കിട്ടുമെങ്കിൽ ഞാനൊരിക്കലും ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അവിടെ മൂവ്മെൻറ്റ് ശക്തിയില്ല, ശിവബോധം, ആനന്ദം മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. മൂവ്മെൻറ്റ് ചെറുതായിട്ട് ഈ സാധനം എടുക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള ആ മൂവ്മെൻറ്റേ ഉണ്ടാവുന്നുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ശക്തി, ആനന്ദം കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും? ശക്തി കുറഞ്ഞു. ശിവബോധം കൂടുന്നതനുസരിച്ചിട്ട് ആനന്ദം കൂടും. ആനന്ദം കൂടുന്നതനുസരിച്ച് ശക്തിയുടെ ആ ഒരു പ്രവർത്തനം കുറഞ്ഞു വന്നിട്ട് പൂർണ്ണമായ ആനന്ദത്തിലെത്തുമ്പോൾ അവിടെ ശക്തിയില്ല, ശിവം മാത്രമേ ഉള്ളൂ. അതാണ് സമാധി. കാരണം ഈ ശരീരത്തെ കുളിപ്പിച്ച് പൊട്ട് തൊട്ട് ഫുഡ് എടുത്ത് കഴിച്ച് സെക്സ് ചെയ്ത് ആനന്ദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉള്ളിൽ ഈ ആനന്ദം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ശരീരം പോലും ആവശ്യമില്ല. അതാണ് രമണ മഹർഷി അവിടെ പണ്ട് പോയി ഇരുന്ന സമയത്ത് വായിൽ വെള്ളം എടുത്ത് കൊടുത്താൽ ഇന്ന് പോകും, വെളിയിലോട്ട് പോകും, അകത്തോട്ട് പോകത്തില്ല. ചിതൽപുറ്റുണ്ടായിരുന്നതാണ് ഇരുന്നത്. കാര്യം എന്താ? ശരീരമൊന്നും വേണ്ട, ആനന്ദം നിറഞ്ഞു നിൽക്കുന്നു, അല്ലേ? ആനന്ദത്തിന് വേണ്ടി ഈ ശരീരം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ആനന്ദം കിട്ടുന്നുണ്ട്. അത്
ചെറിയ ആനന്ദത്തിൽ നിന്നാണ് വലിയ ആനന്ദത്തിലേക്ക് പോകുന്നത്. ആ ചെറിയ ആനന്ദങ്ങൾ എങ്ങനെ കിട്ടുന്നു? പ്രാണനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ്. പ്രാണനെ പോസിറ്റീവായിട്ട് ശക്തി, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ശക്തിയാണ്, നിങ്ങളിലേക്ക് വരുന്നു. അത് നെഗറ്റീവായിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നു, നിങ്ങൾ ഉപദ്രവിക്കുന്നു. പോസിറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടം തോന്നും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ആനന്ദം ഉണ്ടാകും. എൻ്റെ ഡിസൈറിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമല്ലെങ്കിൽ ഞാൻ ബോധമില്ലാതെ സംസാരിച്ച, അപ്പോൾ ബോധത്തോടു കൂടി ശക്തിയെ അങ്ങോട്ട് വിടുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്നു. പോസിറ്റീവ് അനുഭവം കിട്ടുമ്പോൾ ചിന്ത വർക്ക് ചെയ്യത്തില്ല, അവിടെ ആനന്ദം, ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കാണ്. നല്ല ഫുഡ് കിട്ടുന്നു, നല്ല സ്മെല്ല്, നല്ല കാഴ്ച, കേൾവി, നിങ്ങളെന്നെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു, ആനന്ദം ഉണ്ടാകുന്നു. അവിടെ ചിന്തയുടെ ആവശ്യമില്ലുണ്ടോ? എൻജോയ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് സമാധിയിലോട്ട് പോകാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ ബോധമില്ലാതെ സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഊർജ്ജം എനിക്ക് തന്നെ മെയിനായിട്ട് നിങ്ങളെന്നെ ഉപദ്രവിക്കുന്നു. അപ്പോൾ എൻ്റെ ഡിസൈറിന് തടയാവുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വാസന ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മനസ്സിലോട്ട് വളരുന്നു. അപ്പം മനസ്സിൽ എങ്ങനെ നിങ്ങൾ എന്നെ അടിക്കുമോ? നിങ്ങൾക്ക് 2 പണി കൊടുക്കണം. എന്ത് ചെയ്യണം? നിങ്ങളെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം? അതിന് കേസ് കൊടുക്കണോ? ഗുണ്ടകളെ വിളിക്കണോ? എനിക്ക് ടെൻഷനായി അല്ലേ? പല ആൾക്കാർ ചുമ്മാ ഒരു വാചകമൊക്കെ പറഞ്ഞിട്ടാണ് കിടന്ന് അറിയിക്കുന്നത് അല്ലേ? ഓഫീസിൽ ഒരു സാറ് വന്ന് പറഞ്ഞാണ്, ആ സാറിൻ്റെ വേറൊരു കക്ഷിയുണ്ട്. കക്ഷി അവിടുത്തെ മെയിൻ താരമാണ്. മെയിനായിട്ടുള്ള കാര്യമൊക്കെ മാനേജ്മെൻറ്റ് ഇവനെ ഏൽപ്പിക്കുന്നു, ഈ സാറിനെയാണ്. അപ്പം ഈ സാർ എന്ത് ചെയ്തു? ആ ഒരു സ്ത്രീ പുതുതായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഇയാൾക്ക് കുറച്ച് സ്ത്രീ വിഷയമൊക്കെ ഉള്ള ആളാണ്. ആ മറ്റേ കക്ഷി കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്, ഇല്ലടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ ഇവർ തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യമില്ലാതെ പുതുതായിട്ട് സ്ത്രീ വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നോട്ടെ ആ സ്ത്രീ പറഞ്ഞു, മറ്റേ പുള്ളി നല്ല കക്ഷിയല്ലേ, പുള്ളി ഇങ്ങനെയൊക്കെ നല്ല ഇതാണ് എന്നൊക്കെ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഇവർക്കൊരു കുഴപ്പം വരണമെന്ന് വെച്ചാൽ പുള്ളി ഇയാൾ ശുദ്ധൻ കൃഷ്ണൻ്റെ പറയുന്നുണ്ട്, പുള്ളിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്ന് അയാളൊക്കെ ഇതുപോലെ എന്ന് പറഞ്ഞു. അന്ന് മുതൽ പണിയാൻ തുടങ്ങിയതാണ്. ജീവിതത്തിൽ ഈ സാധ ഇതുവരെ ഇതുപോലെ ദുരിതം അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴും പേടിയാണ്, എങ്ങനെ ടെൻഷൻ, അയാൾ എന്തോ പണിയെന്ന് അറിയത്തില്ല, ജോലി ചെയ്യാതിരിക്കാൻ പറ്റും, പോകാൻ പറ്റും. ഒറ്റ വാചകത്തിൽ നിന്ന് അയാളുടെ ലൈഫ് മുഴുവൻ അസ്വസ്ഥമായെന്നുണ്ടോ. കൗൺസിലിങ്ങിന് വന്നാണ് ഇവിടെ. കളിയാക്കുന്നതല്ല കേട്ടോ, ഇത് കുറ്റം പറയുന്നതുമല്ല. മനുഷ്യന്റെ ബോധക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ആ എനർജി അയാളിൽ ജീവിതകാലത്തിൽ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അത്രയും നാൾ ഇയാൾ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. പണി തന്നെ പണി, പല രീതി പാരപണിയും, ആളുകളൊക്കെ അകറ്റുക, മാനേജ്മെൻറ്റുമായിട്ട് അകറ്റുക. ഇയാളെ കുറിച്ച് ചെയ്യാനൊന്നുമില്ല, ഇപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്ക് ഇത് എങ്ങനെ പണി കൊടുക്കണം? അതേ സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയാവും, ജീവിതം മൊത്തം ദുരന്തമാവും. എന്തിനാണ് ഇതിൻ്റെയൊക്കെ കാര്യം? അപ്പം നമ്മളിലെ ബോധം കൂടി നിൽക്കുമ്പോൾ ശക്തി പോസിറ്റീവായിട്ടും ബോധം കുറഞ്ഞു നിൽക്കുമ്പോൾ ശക്തി നെഗറ്റീവായിട്ടും നമുക്കെതിരായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ ആനന്ദത്തിന് തടസ്സം എന്ന് പറയുന്നത് ഈ മൈൻഡ് പ്രവർത്തിക്കുന്നു. മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഡിസൈറിന് എതിരായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ്. കാരണം നമ്മളിൽ നിന്നാണ് എല്ലാം നല്ലതും ചീറ്റാൻ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബോധം വർക്ക് ചെയ്തിട്ട് നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പറയും. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡുകൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ അറിയാതെ നെഗറ്റീവ് ഇടുന്നത്, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് സൂക്ഷ്മശക്തികളുടെ പ്രവർത്തനം വരുന്നത്. പ്രാണമയ കോശം, നമ്മൾ അന്നമനം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം, പഞ്ചകോശ ശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. പഞ്ചകോശ ശുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾക്ക് സത്യം അറിയാനും ക്ലാരിറ്റി ഉണ്ടാകും, ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകാനും പറ്റും. ഭൗതിക നേട്ടവും ബെറ്റർ ആകത്തുള്ളൂ. ഭൗതിക ജീവിതം ആത്മീയ ജീവിതം രണ്ടില്ല. നല്ല ജീവിതം ചിത്ത ജീവിതം എന്ന് വേണേൽ പറഞ്ഞോ. ഭൗതികവും ആത്മീയതയൊന്നുമില്ല. ഞാൻ ഭൗതികനാണോ ആത്മീയതാണോ വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ഡിവിഷൻ വിശ്വസിക്കുന്നില്ല. ബോധപരമായ ജീവിതം, ആനന്ദകരമായ ജീവിതം, അല്ലാത്ത ജീവിതം എന്ന് വേണേൽ പറയാം. അതിനെ വേണം സ്പിരിച്വൽ ഇതെന്ന് വേണേൽ പറയാം. ജീവിതം എന്ന് പറയാം എന്താ? ബോധമുള്ള ജീവിതം, ബോധം കുറഞ്ഞത്. അപ്പോൾ അതാണ് സംഭവം. നമ്മളിലെ സത്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നിടത്തുനിന്ന് സത്യം അറിയാൻ പറ്റും. അങ്ങനെ മാത്രമേ മനസ്സ് പ്രവർത്തിക്കാറില്ല. സത്യം അക്സെപ്റ്റ് ചെയ്താൽ അറിഞ്ഞാൽ മൈൻഡ് പ്രവർത്തിക്കത്തില്ല. സത്യത്തിനോടൊത്ത് മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മനസ്സ് ആണ് മുൻവിധികൾ ഉണ്ടാക്കുന്നത്, സത്യം അറിയാൻ പറ്റാത്തത്.
സത്യം എത്ര കൈപ്പേറിയതാണെങ്കിലും എത്ര നമ്മുടെ ആശയങ്ങൾക്കെതിരാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അവിടുന്ന് മാത്രമേ വളരാൻ പറ്റത്തുള്ളൂ. ഒരു ഒറ്റ സ്റ്റെപ്പെങ്കിലും ആത്മീയത വെക്കണമെങ്കിൽ സത്യം അക്സെപ്റ്റ് ചെയ്യാം. ഞാനൊരു ആനിമലാണ്, മൃഗമാണ്, എൻ്റെ ഉള്ളിൽ സെക്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, പ്രപഞ്ചം ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇതിനെല്ലാം എൻജോയ് ചെയ്ത് അറിഞ്ഞ് ഇതിനപ്പുറം പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സെക്സ് ചെയ്തുകൊണ്ട് 24 മണിക്കൂർ നടക്കണമെന്നല്ല ഞാനിത് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും. കാരണം ആളുകൾക്ക് അതിനകത്ത് ആ സെക്സ് എന്നുള്ള വാക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കാരണം ആളുകൾ അത്രയേറെ അതിലാണ് കുടുങ്ങി കിടക്കുക. നമ്മൾ പറയുന്നത് ഒന്നും എടുക്കത്തില്ല. 100 കാര്യം പറയുന്നത്, 99 കാര്യം പറയുന്നത് മെഡിറ്റേഷനും അതിലൂടെ സമാധിയിലേക്ക് എത്താൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഇതിലേക്ക് ഓഷോ പറയുന്നത് സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന കൊണ്ടുള്ള കാര്യമായി പറയുന്നത്. തന്ത്രത്തിൽ അത് പറഞ്ഞിട്ടുള്ള എന്ത് പറയാൻ പറ്റും? തന്ത്രം അതിന് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള സാധനമാണ് തന്ത്രം. അതാണ് ദേവി ഉപാസനയൊക്കെ ചെയ്യുന്നത്. ദേവിമാർ ബ്രസ്റ്റൊക്കെ തുറന്നിട്ടിരിക്കുന്നതൊക്കെ അതിനാണ്. ആളുകളുടെ ഈ ചിന്തയെ ഒരു ഡിവൈനായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ മുല കാണുമ്പോൾ എന്ത് തോന്നും? അമ്മയുടെ പാല് കുടിച്ചു മുലയാണ് ഓർമ്മ വരുന്നത്, അല്ലാതെ സ്ത്രീയുടെ സെക്സ് ചെയ്യുന്ന രീതിയിലുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ ഈ സെക്സ് നല്ല രീതിയിൽ സ്വാധിഷ്ഠാനം കടന്ന് ആറ്റാൻ കിടക്കാനാണ് പാട് കൊണ്ടല്ലേ. അത് വലിയ തടസ്സമില്ലാതെ കയറി ഇങ്ങനെ കയറി പോക്കോളൂ, ബൈപ്പാസ് വഴി. മനസ്സിലാവുന്നുണ്ട് ഇത്? അപ്പോൾ അതിനാണ് നമ്മൾ ദേവി ഉപാസന ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആർക്കിടൈപ്സ് ഉണ്ട്. ആർക്കിടൈപ്സാണ് ബ്രെയിൻ കെമിക്കൽസ് മാറ്റം ഉണ്ടാക്കുന്നത്. ആ സ്ത്രീയുടെ സ്ട്രക്ചറുള്ള ആ ആർക്കിടൈപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ സെക്ഷൽ എനർജി ഉണ്ടാവും. നല്ല സ്ട്രക്ചറുള്ള ഒരു ലേഡിയുടെ, സുന്ദരിയായിട്ടുള്ള ലേഡിയുടെ, അവർക്ക് വലിയ ഫേസിൽ സൗന്ദര്യം ഇല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഭയങ്കര സൗന്ദര്യമുള്ളതാണെങ്കിൽ അറിയാതെ പുരുഷന്മാർക്ക് ഉത്തേജനം ഉണ്ടാവും. അവർ പിന്നെ വന്ന് എന്ത് സംസാരിച്ചാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല. അവർക്ക് എത്ര വലിയ കാര്യം പറഞ്ഞാലും അവരുടെ ഉള്ളിൽ, ആ പുരുഷന്റെ ഉള്ളിൽ ഈ സ്ട്രക്ചർ ഇങ്ങനെ കൊളുത്തി വലിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഫാക്റ്റാണ്. ഇതിനെ അവഗണിച്ച് എങ്ങനെയാണ് മനുഷ്യന് പോകാൻ പറ്റുക? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണ പറ്റുന്നു. സെവൻ റിട്ടൻഷനെ കുറിച്ചൊക്കെ വാശി യോഗത്തിലും ശിവയോഗത്തിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അന്നത്തെ ആൾക്കാർ റിസർച്ച് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇന്റേണൽ റിസർച്ചാണുള്ളത്. പറയുന്ന കാര്യമാണ്. നമ്മുടെ ഈ എനർജി താഴോട്ട് അവയവത്തിൽ കൂടെ വെളിയിലോട്ട് പോകുന്നതിനെ കുറിച്ചാണ് അവർക്ക് വേവലാതി. ആ എനർജിയെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമാധി കിട്ടും. സെമൻ പോകുന്നതല്ല വിഷയം, അത് പുറത്തോട്ട് പോകാനുണ്ടാക്കി വെച്ച് അത് പിടിച്ചു നിർത്തിയ പല രോഗങ്ങളുണ്ടാവും. പുറത്തോട്ട് കളയുന്നതോട് കൂടുതലുണ്ടാവും. അത് കളയുന്നതിന് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. കുറെ കുഞ്ഞുങ്ങളാണല്ലോ ഈ നഷ്ടപ്പെടുന്നതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. അതങ്ങനെ പോകാനുള്ള ഉണ്ടാക്കിയിട്ടുള്ള ദൈവത്തിന് അറിയാം. കുറെ പോകും, പൊക്കോട്ടെ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിനകത്ത് അർഹതയുള്ളവർമാർക്ക് കയറി വരുന്നത്. അത് കളയും തോറും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് സെക്സ് മാസ്റ്റർബേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്താ സംഭവിക്കുക? മെഡിക്കൽ സിസ്റ്റം പ്രകാരം ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്തത്. സ്പിരിച്വലിയും കുഴപ്പമില്ല. പക്ഷെ ആ പോകുന്ന എനർജി പ്രശ്നമാണ്. ഒരു എനർജി അതുവഴി പോകുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ മുകളിലേക്ക് ആക്കിയെടുക്കണം. അത് ഒരുപാട് കാലം മുകളിലോട്ടുള്ള പാത തുറക്കാതെ അതിനൊരു ശ്രമവും ചെയ്യാതെ ഇത് വെളിയിലോട്ട് പോയിട്ടില്ലാതെ കുഴപ്പമില്ല. അല്ലാതെ ആ എനർജി കുറച്ച് പുറത്ത് പോകാതെ ഇത് സെമൻ മാത്രമായിട്ട് പുറത്ത് പോകത്തില്ലല്ലോ. ആ എനർജി പുറത്ത് പോകുന്നതുകൊണ്ടാണല്ലോ സെമൻ പോകുന്നത്. അതങ്ങനെ പോകാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അത് പോയി എന്ന് പറഞ്ഞിട്ട് അതിനകത്താണ് നിങ്ങളുടെ എല്ലാ എനർജി ഇരിക്കുന്നതെന്ന്, അത് പോയാൽ നിങ്ങൾ ഒരു ശക്തിയില്ലാത്തവനാവുമെന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. നിങ്ങൾ നോക്ക്, സെക്സ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്കാണോ പവർ? ഇത് ചെയ്യാതെ അടിച്ചമർത്തി നിൽക്കുന്ന ആളിനാണോ പവർ? ഇത് ചെയ്യാതെ അടിച്ചമർത്തി നിൽക്കുന്ന ആളിനോട് രണ്ട് പറഞ്ഞ് രണ്ടാം ഭാഗം വരുമ്പോൾ ദേഷ്യം വരും പലർക്കും. കാരണം അടിച്ചമർത്തി വെക്കപ്പെട്ട സെക്സ് വയലൻസ് ആയിട്ടാണ് മാറുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചില കന്യാസ്ത്രീ സ്കൂളുകളിലുള്ള കന്യാസ്ത്രീമാരായിട്ടുള്ള ടീച്ചർമാർക്ക് ഭയങ്കര പകയാണ്. കുട്ടികളെടുത്തിട്ട് അടിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും കാണും. ക്രൂരമായിട്ടാണ്. കാര്യമുണ്ട്, എല്ലാവരും അല്ല കേട്ടോ, പലരും. കാര്യമുണ്ട്, അവർക്ക് ഈ അടിച്ചമർത്തലുകൾ പലർക്കും മനുഷ്യനാണോ അവന് പ്രശ്നം. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന പ്രകാരം പലരുമായിട്ടും ടെട്രാസെക്ഷലാണ്, സെക്സ് ചെയ്യാൻ താല്പര്യപ്പെട്ടാണ് സ്ത്രീയും പുരുഷനും നടക്കുന്നത്. ഒരാളല്ല, പലരുമായിട്ടും അടിസ്ഥാനപരമായിട്ട്. പിന്നെ മനുഷ്യൻ്റെ നിയമങ്ങളും സ്പിരിച്വൽ കാര്യങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും എത്തിക്സ് കുറേ കാര്യങ്ങൾ കുടുംബ വ്യവസ്ഥയൊക്കെ വെച്ച് അവനെ അതിനെ അടിച്ചമർത്തി നിൽക്കണമെന്നുള്ളൂ എന്ന് പറഞ്ഞ് ഫ്രീ സെക്സ് പ്രോത്സാഹിപ്പിക്കല്ല ഞാൻ. ഓഷോയോട് പറയുന്നതല്ല പറയുന്നതല്ല. അതിന് തീർച്ചയായിട്ടും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നമുക്ക് വേണം. ഇല്ലെങ്കിൽ ഇത്
വലുതെറ്റി പോയി കഴിഞ്ഞാൽ വലിയ അപകടം. എല്ലാം കൊണ്ട് സുനാമി പോലെ എല്ലാം അടിച്ച് കളഞ്ഞിട്ട് കുടുംബവും ഒക്കെ തകർത്ത് കഴിച്ചിട്ടായിരിക്കും വെളിപാട് വീഴുന്നത്. അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. ഫ്രീ സെക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഇത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാം. ഭയന്ന് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതോറും നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ അറിവില്ലാത്ത കുറേ ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യുന്നതാണ്. നിങ്ങൾ സെക്സ് ചെയ്യുന്നൊന്നും ദൈവങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. അവരാ ലോകത്തുമല്ല നിൽക്കുന്നത്. നിങ്ങളുടെ ഈ സെക്സ്വലോജിയാണ് ശാസ്ത്രത്തിലേക്ക് വരേണ്ടത്. അതിനെ എല്ലാ രീതിയിലും അറിയുക എന്നുള്ള ഒരു കടമ നമുക്കില്ല നമ്മുടെ ശരീരത്തിൽ. അവിടെ അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സ് ഡിവിഷൻ തുടങ്ങല്ലേ. അപ്പോഴേ ഇത് ചെയ്യുന്നതും ഇതിനോട് അനുകൂലിക്കുന്നതും ഇതിനെ എതിർക്കുന്നതുമായ ഒരു രീതി മൈൻഡ് ഡിവൈഡ് ചെയ്യാൻ അനുവദിക്കരുത്. ഡിവൈഡാണ് പോളിസിയാണ് മൈൻഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊണ്ടല്ലേ അതിനകത്തോട്ട് വളരും. മൈൻഡ് പ്രവർത്തിക്കുന്നതിന് നമ്മളെല്ലാത്തിനും ചേർന്ന അതും ശരിയാണ്, ഇതും ശരിയാണ്, നിങ്ങൾ പറയുന്നതും ശരിയാണ്, ഞാൻ പറയുന്നതും ശരിയാണ്, അവർ പറയുന്നതും ശരിയാണ്, ഇത് ശരിയാണ്, എല്ലാം ചേർത്ത് നമ്മളെല്ലാത്തിനും ഉൾക്കൊണ്ട് ഒന്നിപ്പിച്ച് പോകുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഏകത വരുന്നത്, അദ്വൈതം വരുന്നത്. ഇല്ല, ദ്വൈതം പ്രശ്നമാണ്. അത് അദ്വൈതം പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്, ഒരിക്കലും ഇതല്ല. പ്രാക്ടിക്കൽ അദ്വൈതത്തെക്കുറിച്ച് ഞാനിപ്പോൾ അതിലൂടെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ സെക്സ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതിനെ ഒരിക്കലും നിന്ദിക്കരുത്. അത് ഡിവൈനാക്കണം. തന്ത്രത്തിൻ്റെ ഭാഷ അതാണ്. അത് ദൈവികമാക്കുക. അതാണ് വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിൽ 100-ലധികമുള്ള മെഡിറ്റേഷൻസിൽ 20ഓളം സെക്ഷൽ മെഡിറ്റേഷൻസാണ്. അതിനെ അറിയണം. അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തുള്ള നോക്കടങ്ങ് തീരും. അതിൻ്റെ ഇല്ല മൈൻഡ് അവിടെ കിടന്ന് കറങ്ങും. അത് എന്ന് വേദിച്ചിട്ട് മേമ്പോട്ട് വരാനാണ്. റിവേഴ്സാണ് ആൾക്കാർ ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ അതിൽ പെട്ടുപോവാണ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സെക്സ് ഒരു വിഷയമല്ല. കാര്യം എനിക്ക് ഭാര്യയുണ്ട്, എപ്പോൾ വേണേൽ ബന്ധപ്പെടാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കഥ അടച്ച് എനിക്ക് അയത്തിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും വല്ലതും പറയുമോ? അതുകൊണ്ട് എനിക്കത് വേണ്ട. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ എന്നുള്ളതല്ല, ആരായാലും എനിക്കതുകൊണ്ട് അത് വേണ്ട. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പം നമുക്കതൊരു വിഷയമല്ല. നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇത് ചിന്ത ഉണ്ടാവും കൂടുതലായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിലോ, മൊബൈലില്ല, മൊബൈൽ ഉണ്ടായിട്ടൊരു മൊബൈൽ കിട്ടിയാലും കൊള്ളയില്ല. മൊബൈൽ ഉള്ളപ്പോഴോ അതൊന്നും ഓർക്കത്തില്ല പലപ്പോഴും. എല്ലാ കാര്യവും ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എത്രയായാലും മതിയാവാത്ത ഒരവസ്ഥയിലോട്ട് പോകാതിരിക്കുന്നുള്ളൂ. അതിനെ കൺട്രോൾ വരുന്നത് അത് മതി, അല്ലാതെ പ്രശ്നമില്ല. ഇപ്പം മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? മാസ്റ്റർബേറ്റ് 24 മണിക്കൂർ ഇതിനായി അതിനകത്തൊരു അഡിക്ഷൻ വന്ന്, ഡോപാമിൻ സ്റ്റിമുലേഷൻ വന്ന്, അതിനകത്ത് കെമിക്കൽ അഡിക്ഷൻ വരാതിരിക്കണമെന്നേ. എല്ലാം അത് എന്തുവായാലും പ്രശ്നമല്ലേ. അധികമുള്ളതെല്ലാം വിഷമല്ലേ. മഹാവീരൻ പറയുന്നത് അധികമായാതെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാത്തിലും പാലിക്കേണ്ട നിയമം. അത് മാസ്റ്റർബേഷനോ സെക്സോ മറ്റു കാര്യമോ അല്ല, എല്ലാത്തിലും അത് പാലിക്കേണ്ടത് അല്ലേ. ഒരു ഫുഡ് തന്നെ കണ്ടിന്യൂസ് ഡെയിലി കഴിച്ചോണ്ടിരുന്ന പ്രശ്നം. കാരണം ശരീരത്തിന് വേണ്ട വിറ്റമിൻസും മിനറൽസും മറ്റു സംഭവമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു പഴമായാൽ പോലും അത് തന്നെ എന്നും അത് മാത്രം കഴിച്ചോണ്ടിരുന്നാൽ അത്തുപോകും കുറെ കഴിയും. പ്രശ്നമാണ്, വേറൊന്നും കിട്ടത്തില്ല. അതിനാ വെറൈറ്റി വേണമെന്ന് പറയുന്നത്. എന്നു പറഞ്ഞോട്ട് എന്തും അധികമായ പ്രശ്നമാണ്. നല്ലതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്താൽ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു മിനിമത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സെൻറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇക്വിബിലറി എന്ന് പറയും. അതിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്, ബാലൻസ്. അതിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാം. അപ്പം നമ്മൾ ആദ്യത്തെ പടിയായിട്ട് തന്നെ നമ്മളുടെ മനസ്സിലുള്ള എംപ്റ്റിനെസ് കംപ്ലീറ്റ് എംപ്റ്റി ആക്കുക. ഒരാശയം ഒന്നിനെ കുറിച്ചും പറയത്തില്ലെന്ന് തീരുമാനിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പൂർണ്ണമായി ചെയ്യാൻ ശ്രമിക്കുക. അത് ധ്യാനമായിട്ട് മാറും. അതാണ് കർമ്മയോഗം പറയുന്നത്. ചെയ്യുന്ന ഈവൻ സെക്സ് ആയാലും ഫുഡായാലും, ഒരാളെ അടിക്കുന്നതായാലും, ഒരാളെ സ്നേഹിക്കുന്നതായാലും, ഒരു പ്രവൃത്തിയിലായാലും ആ പ്രവൃത്തി പൂർണ്ണമായിരിക്കണം. അത് ഡബിൾ മൈൻഡ് വരരുത്. അപ്പോൾ അത് ധ്യാനമാകും. അങ്ങനെ എന്തും ധ്യാനമാക്കാൻ പറ്റും. മാസ്റ്റർബേഷൻ വരെ ധ്യാനമാക്കാം. നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ അത് ഡിവൈനാക്കും. നല്ലതാണെന്ന് നിൽക്കും, അല്ലാതെ തന്നെ വിട്ടുപോകും. ശരീരത്തിൻ്റെ ചിന്തിക്കാതിരുന്ന ശരീരത്തിൻ്റെ ബോധം ഉയർന്നിട്ട് വേണ്ടത് നിൽക്കുകയും വേണ്ടാത്ത വിട്ടുപോവുകയും ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിളാണ് മൃഗങ്ങൾ. അവരൊരു ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ 5 സെൻസിലൂടെ സ്മെല്ല് ചെയ്ത്, ടച്ച് ചെയ്ത്, കാഴ്ച, കേൾവിയെല്ലാം മറ്റും തട്ടി കളഞ്ഞിട്ട് പോകും. കെമിക്കൽ ഉള്ളതാണെന്ന് പറയും. അങ്ങനെ പറയാൻ അവർക്കറിയത്തില്ല.
അവർക്ക് ഒരു ലാബിലും പോയി ടെസ്റ്റ് ചെയ്യേണ്ട കെമിക്കലുള്ള ഫുഡ് മനസ്സിലാക്കും. അവരുടെ ബോധം ഉയർന്നിട്ട് വേണ്ടത് നിൽക്കും, വേണ്ടത് കിട്ടും. സിഗരറ്റ് വലി, മദ്യപാനം ഒക്കെ നിർത്തണം എന്ന് പറഞ്ഞ് വരുന്നവരോട് നമ്മൾ ആദ്യം പറയുന്നതാണ് നിങ്ങളുടെ ബോധം വർദ്ധിപ്പിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരത്തിന് അത് കേടാണെന്ന് പറഞ്ഞിട്ട് ശരീരം തന്നെ റിജക്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ സിഗരറ്റ് വലിക്കാൻ പറ്റാതാവും, കള്ള് കുടിക്കാൻ പറ്റാതാവും. ഓഷോയുടെ ആശുപത്രി സ്മോക്കിംഗ് ടെമ്പിളുണ്ട്, സിഗരറ്റ് വലിക്കാനുള്ള ടെമ്പിൾ. ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ഡിവൈനായിട്ട് സിഗരറ്റ് വലിക്കും. പൂർണ്ണ ബോധത്തോടെ 5 സെൻസിൽ കൊട്ടുന്നതൊക്കെ അറിഞ്ഞ മണത്തെ ആ സിഗരറ്റിൻ്റെ മണോ സ്മെല്ലോ കാഴ്ച കേൾ വെച്ചിട്ട് അവർ ഡിവൈനായിട്ട് അതിങ്ങനെ ചെയ്യുമ്പോൾ കുറെ ചെയ്യുമ്പോൾ പിന്നെ അവർക്കത് വലിക്കണം. കാണുന്നേ തകട്ടി കഴിയും, ശ്രദ്ധിക്കാൻ പറ്റും. ഇത് എങ്ങനെ കഴിച്ചു, എങ്ങനെ വലിച്ചുകൊണ്ടിരുന്നതാലേ. ഈ മനുഷ്യനിപ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ നോർമലി ഇത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അവനിങ്ങനെ വേറെ പല കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടൊക്കെയാണ് സിഗരറ്റ്. അല്ലെ, അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നത്. ആ പ്രവൃത്തി പൂർണ്ണമായിട്ട് ചെയ്യുമ്പോൾ ബോധത്തോട് ചെയ്യുന്ന പ്രവൃത്തികളിൽ നല്ലത് നിൽക്കും, അല്ലാത്ത കിട്ടും. ശരീരത്തിൽ എല്ലാ കാര്യത്തിലും ഇതാണ്. ബോധത്തോട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് നിൽക്കും, അല്ലാത്ത കിട്ടും. ക്ലാരിറ്റി തന്നെ ഉണ്ട്. മൈൻഡ് വരുന്നതുകൊണ്ടാണ് ഇത് പറ്റാതെ വരുന്നത്. അപ്പം മനസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റാതെ വരുന്നത്. മനസ്സ് പ്രവർത്തിക്കാതെ പൂർണ്ണ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ മതി, മനസ്സ് വർക്കിയത്തില്ല. നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കേട്ടോണ്ടിരിക്കുമ്പോൾ, സ്മെല്ല് ചെയ്യുമ്പോൾ, ടച്ച് ചെയ്യുമ്പോൾ പാസ്റ്റിലോട്ടോ ഫ്യൂച്ചറിലോട്ടോ പോയാലേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ചിന്ത ഒന്നിനും പാസ്റ്റ് ഫ്യൂച്ചറുമാണ്, പ്രസന്റ് അല്ല. അപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മെമ്മറി പോകാതെ ചിന്തിക്കാൻ പറ്റില്ല. പറ്റുമോ? ഒന്ന് ചിന്തിച്ച് എന്തെങ്കിലും മെമ്മറി പോകാതെ പറ്റുമോ നോക്കി, ഒന്ന് ചിന്തിച്ച് മെമ്മറി പോകാതെ ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ നിൽക്കുന്ന സമയത്ത് ബോധം ഉയർന്നിരിക്കുകയാണെങ്കിൽ നല്ലത് നിൽക്കും, അല്ലാത്ത കിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു പെണ്ണിനെ കണ്ടു, അതിന് അട്രാക്ഷൻ തോന്നി. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ ബോധത്തിലൊക്കെ അവയർനെസ്സിൽ നിന്നുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി പ്രപഞ്ചം തന്നെ കൊണ്ടുതരും. അത് സംഭവിക്കുമോ? നേരെ മറിച്ച് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അങ്ങനെ ബന്ധത്തിൽ പോയാൽ നിങ്ങൾക്ക് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾ മാറ്റിക്കളയും. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ബോധത്തിലാണെങ്കിലാണ് ഇതെല്ലാം ബോധമാണ് തീരുമാനം. ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെക്സ് ഒന്നും വേണ്ട. അതിൽ നമ്മൾ ഫ്രീ ആയിട്ട് വരുന്നു. ഇത് വേണമെന്നോ വേണ്ടെന്നോ ആശയമായി മാറുമ്പോഴാണ് ഇത് മൊത്തം കുളമാകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു. ചെയ്യണമെന്നോ ചെയ്യണ്ടാണോ അത് അങ്ങനെ കുറെ നിയമം നമുക്ക് എന്തിനാണ് ജീവിക്കാൻ. ഒരാളെ കഴിഞ്ഞ ദിവസം പറഞ്ഞോട്ട് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചില ആൾക്കാർക്ക് കുണ്ടലിനി ശാസ്ത്രാലയത്തിലോട്ടൊക്കെ കയറുമ്പോൾ അവർ കമന്റ്, അവർ പറയുന്ന ഡൗട്ടുകളും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കൊടുക്കും. കോമൺ ഡിസ്കഷൻ, കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ചില അവസ്ഥകളുണ്ട്. പേഴ്സണലായിട്ടുള്ളത് അത് നമ്മൾ കോമൺ ആയിട്ട് ഇടുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ കുണ്ടലിനി ഇപ്പം സഹസ്രാത്തിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത ലെവലിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചൊക്കെ ചിലർ ഇടും. അപ്പോൾ ഇത് അവർക്ക് അത്രയും ബ്ലിസ്സൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാവരും ഇല്ല, അപൂർവം ചില ആൾക്കാർ. ഇത് ഈ എഫർട്ട് കുറച്ച് നാൾ ധ്യാനമൊക്കെ നമ്മൾ പറയുന്ന രീതി ഫോളോ ചെയ്ത് വന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിസൾട്ടായിട്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഞാനാണ് അവനെ കൊണ്ടുവന്നിട്ട്, എനിക്കിത് പറയുന്നത് ചോദ്യം വന്നില്ല, ഒന്നും വന്നില്ല, അത് വളരെ കിലുക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അസൂയ, ദേഷ്യ, വിഷമോ, നിരാശയോ എല്ലാം കൂടെ കൂടിയിട്ട് ഇവര് പിന്നെ എനിക്കിരുന്ന മെസ്സേജ്, എനിക്കിപ്പോൾ അങ്ങനെ ചിലരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് സമയമാകുമ്പോൾ മതി എന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ട്. ചിലർ ചോദിക്കും എനിക്ക് കുറച്ച് നേരത്തെ അത് വേണം, അങ്ങനെ മൈൻഡിൽ വെച്ചാൽ കുഴപ്പമുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്തിനാ, ഇത് രണ്ടും എന്തിനാണ് ഈ ചോദിക്കുന്നത്? കുറച്ച് നേരത്തെ വേണം അല്ലെങ്കിൽ താമസിച്ച് മതിയെന്നും ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് കാര്യം നോക്കി ജോലി ചെയ്ത് ഇതിൻ്റെയൊക്കെ പുറകെ പോകാതിരിക്കാമെങ്കിൽ തന്നെ പകുതി ആശ്വാസവും. കുണ്ടലിനിയുടെയൊക്കെ പുറകെ പോകാതിരിക്കാമെങ്കിൽ തന്നെ അത് വർക്ക് ചെയ്തോളും വേണ്ട സമയത്ത്. ഇല്ലെങ്കിൽ ഇത് രോഗം ഉണ്ടാക്കും. അതാണ് നമ്മൾ ഈ പറയുന്നത്. മാനസിക രോഗം ഉണ്ടാക്കും. മനസ്സിനകത്തോട്ട് കുണ്ടലിനി കയറിയ കുണ്ടലിനി 4 കുറെ കപാൽഭാതി, കുറെ ബ്രീത്തിങ്, കുറെ ജപോ ചെയ്ത് ആരുടെയും കുണ്ടലിനി റേസ് ചെയ്യും. കുണ്ടലിനി റേസ് ചെയ്യാല്ല നമ്മുടെ വിഷയം. അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് നല്ലത്. ഇത് ആദ്യമേ റേസ് ചെയ്ത വലിയ ശല്യമാണ്. ഈ കാണുന്ന ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞ രോഗം മുഴുവൻ കുണ്ടലിനിയുടെ രോഗം വെക്കനിങ്. അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി 1-2 മണിക്കൊക്കെ കടലിൽ നീന്താൻ പോകും. എനർജി കൂടിയിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് ഭൂതം തുറന്നു കിട്ടുന്ന കൂട്ടാണ്.
ഉറങ്ങാൻ പറ്റിയില്ല, പിന്നെ പോയില്ല എല്ലാം. അതുപോലെ ഡിപ്രഷനിൽ പോകും, പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിയും. അപ്പൊ ഇത് ഉണരുക എന്നുള്ളതല്ല വിഷയം. ഇത് നമ്മൾ പ്രിപ്പയർ ആയി ഗ്രാജുവലി വരുന്ന സമയത്ത് നമ്മൾ ആ കഴിവ് ഉണ്ടായിട്ട് അതിനെ ഉണർന്നാലും മൈൻഡ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട കുണ്ടലിനെ ഉണർന്നാൽ നേരെ സഹസ്രാരത്തോട്ടാണ് വരണേ. മനസ്സിനെ സ്റ്റോപ്പില്ലാതെ ഇത് ഒരു വയസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡിലോട്ടേ പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് പല പ്രോസസ്സിലൂടെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വന്നാൽ എന്തോ ചെയ്യും? ഡാം പൊട്ടി വെള്ളം എല്ലാം കൂടെ വന്നാൽ എന്തോ ചെയ്യും? വെള്ളം ഉള്ളതല്ല, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. കറണ്ട് ഇല്ലെങ്കിൽ അല്ലെ വെള്ളമില്ല, മനസ്സിലാവുന്നു. എല്ലാം കൂടെ പൊട്ടി വന്നാൽ എന്തോ ചെയ്യും? അപ്പൊ ഗ്രാജുവലി ഇതിനൊക്കെ കൃത്യമായ നിയമം, ഇത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമല്ല. ഇതൊരു മിസ്റ്ററി ഒന്നല്ല ഇന്നത്തെ കാലത്ത്. പണ്ടായിരുന്നു ഇതൊരു മിസ്റ്ററി. ഇന്ന് നമുക്കിത് അറിയാം. മെഡിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പം മെഡിക്കലായിട്ടുള്ളത് ഏതാണ്, ഇത് അല്ലാത്തത് ഏതാണ്, എനർജി ലെവലിൽ ഏതാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ട് മൊത്തം ശരീരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് കാലത്ത് അത് പറഞ്ഞതാണ് ശിവയോഗത്തിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിന്ദുഘട്ടം എന്നൊക്കെ പറയും. ഈ സെമനാണ് സഹസ്രാരത്തിൽ വരുന്നതെന്ന് അവർ പറയും. ഇപ്പോഴും അതാണ് വിശ്വസിക്കുന്നവർ. സയൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ട് അവർ വിശ്വസിക്കുന്നത് ഈ സെമൻ നേരെ മുകളിൽ കയറി എവിടെ എത്തുവാന്നാണ്. ഒരു സെമൻ പിടിക്കണമെന്നാണ്. സെമൻ അല്ല, എനർജിയാണ് മേളിൽ വരുന്നത്. കാരണം ഇങ്ങോട്ട് സെമൻ കയറി ഇവിടെ വരാനുള്ള എന്തെങ്കിലും കുഴലോ വല്ലതും ഉണ്ടോ? അതാ സുഷുമ്നെ കൂടെ കുണ്ടലിനി സഹസ്രാരത്തിൽ വരണ. കുറച്ച് കഴിയുമ്പോൾ ഈ സെമൻ അങ്ങ് നിൽക്കും ഇതിന്റെ പ്രൊഡക്ഷൻ യൂസ് ഇല്ലാതെ വരുമ്പോൾ. അപ്പൊ അവരെന്ത് വിചാരിച്ചു? പഴയ ആൾക്കാർ, സന്യാസിമാര് എന്ത് വിചാരിച്ചു? സെമന്റെ പ്രൊഡക്ഷൻ നിന്ന് ഇവിടെ എനർജി ഇവിടെ വരുന്നു. അപ്പൊ സെമൻ ഇവിടെ കയറി എന്നല്ലേ സ്വാഭാവികമായിട്ട് വിശ്വസിക്കാം. അങ്ങനെയാണോ? സെമൻ ഇവിടെ വരാനുള്ള ഒരു സംവിധാനമില്ല, ഒരു വഴിയില്ല. അത് താഴോട്ട് പോകുന്ന സാധനം. ആ എനർജി ഇവിടെ വരിക, പ്രൊഡക്ഷൻ നിൽക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ഒരു ശാസ്ത്രം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പോരായ്മകൾ വരില്ലേ? ഇത് പിടിച്ചു വെക്കാൻ നോക്കുന്നു, എന്നിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വീക്കം വരുന്നു, രോഗങ്ങളുണ്ടാവും. ഇത് പിടിച്ചു വെച്ചാൽ നിർബന്ധിതമായിട്ട് എന്ത് ചെയ്താലും ശരീരത്തിൽ രോഗങ്ങളുണ്ടാവും. നിർബന്ധിതമായിട്ട് ഒന്നും ചെയ്യരുത്. വേണമെന്നോ വേണ്ടെന്നോ വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിലുള്ള ശ്രദ്ധ പോകും. വേണ്ട കാര്യം കൃത്യമായിട്ട് നടന്നോളൂ. ഇല്ല, അത് തന്നെ ആയിരിക്കും മൈൻഡിൽ. നിങ്ങളൊരു കാര്യം പുറത്ത് ഉപേക്ഷിച്ചാൽ അത് നേരെ മൈൻഡിലോട്ട് കയറുക. നിങ്ങളൊരു സാധനം പുറത്ത് ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിചാരം അത് പുറത്താണ് ഉപേക്ഷിക്കുന്നത്, ഉള്ളിലോട്ട് അത് കയറുക. ഭാര്യയും കുട്ടിയും നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ മൈൻഡിലോട്ട് അവർ കയറി, പുറത്ത് അവർ പുറത്തായി. ഞാൻ ഹിമാലയത്തിൽ പോകുന്നു, നമ്മുടെ മനസ്സിൽ മൊത്തം ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ സെക്സ് ആയിരിക്കും. ഇതൊന്നും വേണമെന്നും വെക്കണ്ട, വേണ്ടെന്നും വെക്കണ്ട. എന്താണോ സത്യം അതറിയാൻ എംപ്റ്റി ആയിട്ട് നിൽക്കുക. സാധനകൾ ചെയ്യുക സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള, കറക്റ്റായിട്ടുള്ള. ഈ സാധനകൾ തന്നെ ഒരു മുൻവിധി ഉണ്ടാക്കുന്നതാണെന്നാണ് നമ്മൾ ഉള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഇപ്പൊ ശ്രീവിദ്യ കൊണ്ട് ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ ശ്രീവിദ്യ അങ്ങ് ചെയ്യും ആളുകൾ. ശ്രീവിദ്യ അല്ല, ഏത് സംഭവം ശ്രീവിദ്യയിൽ. അപ്പോൾ ഈ പഠിപ്പിക്കുന്നവരുടെ പറയും ഇതൊക്കെയാണ് ദൈവം, ദേവി ലളിതാ ത്രിപുരസുന്ദരിയാണ്, ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ എന്താ മറ്റേ പഞ്ചപ്രേതാസനാസീനയായിട്ടുള്ള എന്താ പറഞ്ഞ ഈ പാശം അങ്കുശമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ത്രീ ഉണ്ടെന്നും അതിനെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പിന്നെ 40 വർഷം സ്ത്രീചക്രത്തെ കമന്ന് കിടക്കുകയാണ്. അബദ്ധമാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം അങ്ങനെയല്ല ഈ വിദ്യകളൊന്നും അവർ പറഞ്ഞു തന്നിട്ടില്ല. അത് വഴിതെറ്റി പോന്നാണ്. അങ്ങനെ കുറേ നാളായിട്ട് ഇതിന് കുറേ നടന്നിട്ട് ഒരു പ്രയോജനം കിട്ടാത്ത എത്ര ആളുകൾ നമ്മൾക്കറിയാം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ വിദ്യയുടെ ഒന്നും വിഷയമല്ല. ഈ സംഭവം ഇത് നമ്മൾ എടുക്കുന്ന രീതിയിൽ കുഴപ്പമാണ്. അങ്ങനൊന്നുമല്ല അവർ പറയുന്നത്. തത്വങ്ങൾ, അത് രൂപവർണ്ണനയൊക്കെ തത്വങ്ങളാണ്. അല്ല ആ രൂപത്തിൽ ഇരിക്കണമെന്നൊന്നും അല്ല അതിൻ്റെ. അപ്പൊ അത് അന്ധവിശ്വാസമായിട്ട് മാറുകയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ കെട്ടിപ്പോവാണ്, അതിനകത്ത് കെട്ടിക്കിടക്കുവാണ്. പിന്നെ മോചനമില്ല ഇതിനകത്ത്. മനസ്സിലാവുന്നത്? ഇപ്പൊ ചില പുസ്തകങ്ങളുടെ മതഗ്രന്ഥത്തിന്റെ കുഴപ്പം എന്താ? അതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒരു മതഗ്രന്ഥം കൊണ്ട് എങ്ങനെയാ പ്രശ്നം ഉണ്ടാകും? ആ മതഗ്രന്ഥം പറഞ്ഞ ആളെന്ത് പറയുന്നു? ഈ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. അത് ഭയങ്കര സയന്റിഫിക്കാണ്. ആര് പറഞ്ഞു? ആ മതഗ്രന്ഥം കൊണ്ടുവന്ന പ്രവാചകൻ പറഞ്ഞു. അപ്പൊ അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ മതഗ്രന്ഥം കൊണ്ടുവന്ന പ്രവാചകൻ പറഞ്ഞു. അതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ? ഇത് സയന്റിഫിക്കാന്ന് ആര് പറഞ്ഞു? ആ മതഗ്രന്ഥം കൊണ്ടുവന്ന ആള് പറഞ്ഞു. ഞാൻ കൊണ്ടുവരുന്ന സംഭവം സയന്റിഫിക്കാന്ന് പറഞ്ഞു. പിന്നെ ഏത് തെളിവാ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന കറങ്ങത്തല്ലേ ഉള്ളൂ.
അപ്പൊ ഈ പ്രവാചകൻ പറഞ്ഞ സത്യം എന്ന് ആര് പറഞ്ഞു? അതാ മതഗ്രന്ഥത്തിൽ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ മതഗ്രന്ഥ സത്യം എന്ന് ആര് പറഞ്ഞു? പ്രവാചകൻ പറഞ്ഞു. ഇതിങ്ങനെ ഒന്ന് കറങ്ങും, അതിന് വെളിയിലോട്ടില്ല. അങ്ങനെയായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസങ്ങളിൽ പെട്ടിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. അവിടെ ഞാൻ സാർവലൗകികതാണ് ഞാൻ പറഞ്ഞത്, സയന്റിഫിക് അപ്രോച്ച് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഉപാസന സംബന്ധിച്ചിടത്തോളം ഈ സങ്കേതങ്ങൾ സാധനകൾ ചെയ്തിട്ട് നമ്മളിൽ നിന്ന് ഈ ട്രൂത്ത് തെളിഞ്ഞു വരാനാണ് സാധന ചെയ്യുന്നത്. സത്യം തെളിഞ്ഞു വരാൻ, സത്യമായ മാർഗത്തിലൂടെ ചലിക്കുന്നതിനെയാണ് സാധന നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അഘോരികളുടെ യഥാർത്ഥത്തിലുള്ള സംഭവം. ജനിച്ച രീതിയിൽ അവർ ജീവിക്കാറുള്ള ഒരു ഗുണം ഒന്നും പൂർണ്ണമല്ല. നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള യാത്രയാണ് കറക്റ്റായിട്ട് ഗുണം ചെയ്യും. അപ്പം അങ്ങയുടെ സത്യം എന്താണോ ആ സത്യം കണ്ടുപിടിക്കുക, അങ്ങ് തന്നെ ഇറങ്ങിയേ പറ്റും. ഒരു വിശ്വാസത്തെ കൂട്ടുപിടിക്കരുത്. ശുഭാപ്തി വിശ്വാസമാവാം, പക്ഷെ വിശ്വാസങ്ങൾ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെ പിടിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്, ഒബ്സർവേഷനിലൂടെയാവും. അപ്പം ഞാൻ കുറച്ച് സാധന ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യും. എന്താണ് എൻ്റെ ട്രൂത്ത്, പ്രാണൻ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ കോശങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു, സാധന ചെയ്യുന്നു, വീണ്ടും ഒബ്സർവ് ചെയ്യുന്നു, സാധന ചെയ്യുന്നു, വീണ്ടും ഒബ്സർവ്. ഈ സാധനം ഒരു വിശ്വാസ പ്രമാണമല്ല. നാളെ ഇങ്ങനെ കുറേ സാധനം ചെയ്യുമ്പോൾ മറ്റേ മേളിൽ നിന്ന് എനിക്ക് അനുഗ്രഹം കിട്ടും, അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങനെ ഇത് പോകുമ്പോൾ ഇത് കുഴപ്പമാണ്. ഇവിടെ ഒരു ബയാസ് വെച്ചോണ്ടല്ല പോണേ, ഒരു മുൻവിധി വെച്ചോണ്ടല്ല പോണേ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പെർസെപ്ഷൻ ലെവൽ ചേഞ്ച് അന്നമയത്തിൽ നിന്ന് മനോമയത്തിലേക്കും അവിടെ നിന്ന് പ്രാണമയത്തിലേക്കും എത്തും. അപ്പം സാധന ചെയ്ത് വരുമ്പോൾ അപ്പം അവിടെ ഒരു മാസ്റ്ററിൻ്റെ ജോലി എന്താ, ഒരു ഗുരുവിൻ്റെ, അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെയല്ല ഇതിൽ ഏതെടുക്കണം, അത് ഇന്നതെടുത്ത് പോയാൽ മതി, അതെടുത്ത് പിന്നെയും മുന്നോട്ട് പോകും, ഇത്രേ ഉള്ളൂ. അല്ലാതെ ആ മാസ്റ്ററിന് കുറേ ആശയങ്ങൾ ഉള്ളിലോട്ട് കുത്തിക്കയറ്റിയിട്ട് അതനുസരിച്ച് സാധന ചെയ്ത് ആ ആശയത്തിലുള്ളതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ പുറകിലിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിച്ച് നിങ്ങൾ അവസാനം നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, ഇതിനകത്തുള്ളത് അറിയാൻ പറ്റാതെ നിങ്ങൾ മരിച്ചു പോകാനാവും. വിഷം കുറച്ചാൾ കഴിഞ്ഞു, സമയം വളരെ കുറവാണ്. അങ്ങനെ വേസ്റ്റായിട്ട് കാര്യമുള്ളൂ. അതാണ് നോർമലി സംഭവിക്കുന്ന അപകടം. ഇപ്പം നിങ്ങളിപ്പോൾ സ്പിരിച്വാലിറ്റി ശ്രീവിദ്യ പഠിക്കാൻ വേണ്ടി വന്നാണ്, നോർമലി എന്താ സംഭവിക്കുക? ഞാൻ കുറേ ആശയങ്ങളും കുറേ സമുഖങ്ങൾ വരും. ഇതാണ് ഈശ്വരൻ, ഇതാണ് ദേവി, ഇതാണ് പ്രപഞ്ചം, ഇതാണ് സംഭവം, ഇതാണ് സാധനം, ഇങ്ങനെ ചെയ്താൽ ഈ ഈശ്വരനെ കാണാൻ പറ്റും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയും. ഈ ആശയം അനുസരിച്ച് നിങ്ങൾ പിന്നെ മരിച്ച് ശ്രമിക്കുക ഭയങ്കരമായിട്ട്. അതിന് എന്നെ ഇത് വിശ്വാസമാണ്. അതിനാരൊക്കെ എതിരായിട്ട് പറഞ്ഞാൽ അവരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കൊന്നിരിക്കും. കാരണം നിങ്ങളുടെ ഈ എഫർട്ട് വേസ്റ്റായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചാൾ കഴിയുമ്പോൾ എഫർട്ട് ഇട്ടുകൊണ്ട് അതിനൊരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ വരുമല്ലോ. അപ്പം നിങ്ങൾ അത് ഒരാൾ അത് വേസ്റ്റാണെന്ന് അയാൾ ദേഷ്യം തോന്നും. ഇപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന എന്തെങ്കിലും കാര്യം ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും. കാരണം നിങ്ങൾ അതിന് വേണ്ടി ഒരു എഫർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫർട്ട് ഇട്ട ടൈമിനോട് നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാവും. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ആരായാലും ഉള്ള കാര്യം, എക്സാമ്പിൾ അങ്ങനെയുള്ളതല്ല പറഞ്ഞു, ആരായാലും. അപ്പം എന്നിട്ട് പിന്നെ അതങ്ങ് ഉറപ്പിച്ച് അതിലൂടെ അത് കേടാൻ വേണ്ടി അങ്ങ് നിൽക്കുക. അപ്പോൾ പലപ്പോഴും അവിടെ ഈ ബോധം, ശിവബോധം അടഞ്ഞു പോവുക. നിങ്ങളുടെ ഉള്ളിലുള്ള കോമൺ സെൻസ് അവിടെ അടഞ്ഞു പോകും കംപ്ലീറ്റ്. കുറച്ച് കഴിയുമ്പോൾ ആ സാമാന്യ ബോധം എന്ന് പറയുന്ന കോമൺ സെൻസിൻ്റെ ഏറ്റവും വളർന്ന വികസിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അതിബോധ തലം എന്ന് പറയുന്നത്, സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കോമൺ സെൻസിൻ്റെ ഉയർന്ന അവസ്ഥയാണ്. ആ ഞാനപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോമൺ സെൻസിനെ ഊതിക്കാച്ചി അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് മാത്രമേ ഞാൻ ചെയ്യാവൂ. അല്ലാതെ നിങ്ങളെ അങ്ങോട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് കുറേ ഉപദേശം അങ്ങോട്ട് തന്നിട്ട് നിങ്ങളെ ബ്രെയിനിന് ആകെ പുകയാക്കി ആ ഉപദേശത്തിലൂടെ നിങ്ങളെ നടത്തുകയല്ല. മനസ്സിലാവുന്ന നേരത്തെ അപകടം. അപ്പോൾ സത്യം അറിയുന്നത് എന്ത് ചെയ്യും? സത്യത്തിലൂടെ പോകും. ആ സത്യം എന്ന് പറയുന്നത് നമുക്കെതിരായിരിക്കും പലപ്പോഴും. നമ്മൾ പഠിച്ചു വെച്ചത് അറിഞ്ഞു വെച്ചതായ കാര്യം നമ്മൾ നാച്ചുറലാവും. പ്രപഞ്ചം തഥാതൻ എന്ന് പറയുന്ന എന്താണ്? തഥാതൻ ബുദ്ധൻ്റെ ഒരു സിസ്റ്റമാണ്. തഥാതനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണോ വരുന്നത് അങ്ങനെ പോകും. ജീവിതത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എങ്ങനെ വരുന്നോ, ഇന്ന് ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ മാറും അങ്ങനെ. ഇപ്പോൾ ഞാൻ റോഡിലോട്ട് ഇറങ്ങി നടക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ച് ഞാൻ പോകുന്നു. ഒരാൾ എന്നെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകാമെങ്കിൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും, അത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യും, ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പോയി. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പൂർണ്ണമായിട്ട് നീങ്ങുന്ന ആളെയാണ് സാധാരണ.
ഒരു മൈൻഡും അവിടെ വർക്ക് ചെയ്യിക്കുന്നില്ല, ഒരു മൈൻഡും വർക്ക് ചെയ്യാതെ പോവാം. അതൊരു മെഡിറ്റേഷൻ സിസ്റ്റമാണ്. വളരെ വിചിത്രമായ ഒരുപാട് മെഡിറ്റേഷൻ സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ ഭയങ്കര രസമല്ല, കറക്റ്റുമാണ്. പക്ഷെ എല്ലാവർക്കും എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേറെ കാര്യം. ഒരു ഫാമിലിയും കുടുംബമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അതിലൊക്കെ പറ്റിക്കോന്നില്ല. അപ്പം പക്ഷെ അതൊരു സിസ്റ്റം. പക്ഷെ അത് അത്ര അസാമാന്യ തൊലിക്കെട്ടി അല്ലെങ്കിൽ അസാമാന്യമായ ഈഗോ ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് പറ്റത്തുള്ളൂ. ശകലമെങ്കിലും ഈഗോ ഉണ്ടായത് പറ്റത്തില്ല. പക്ഷെ അതൊരു നല്ല സംബന്ധം എന്ന് പറയുന്ന കൂട്ടം അതിൻ്റെ ഒരു 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 ഗ്ലിംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. കുറച്ചൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് വളരെ ഗുണം. ഒരുപാട് ആവരുതെന്നുള്ളൂ, എന്ത് അതേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ശകലം പോലും മൈൻഡില്ലാതെ ശുദ്ധമായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ശുദ്ധമായ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിലെ സെക്സിനെയും കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അനുസരിച്ചിട്ട് ബോധത്തെ കൊണ്ടുവന്ന് ആ സെക്സിന് അതൊരു എനർജിയാണെന്നും അതിനെ വേണ്ട രീതിയിൽ ഒഴുക്കി വിടാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ശല്യം ചെയ്യത്തില്ല. മാത്രമല്ല അതിനെ നല്ല രീതിയിൽ പരിവർത്തിക്കാനും പറ്റും. ആവശ്യമില്ലാതെ അതിനെ പ്രകോപിപ്പിച്ച് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതിനെ വഷളാക്കി അതുമായി ശത്രുവിൻ്റെ കൂട്ട് കണ്ട് ഒക്കെ പോകുമ്പോൾ ഇതെല്ലാം പ്രശ്നമാണ്. നാച്ചുറലി ഒരാശയമില്ലാതെ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചാൽ എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകും. ഇനി വിവാഹം കഴിക്കാതെ സെക്സ് ചെയ്ത് എന്താ കുഴപ്പം? അവർക്ക് നിങ്ങൾക്കും കുഴപ്പമില്ല. എന്താ പ്രശ്നം? അവർക്കൊരു ഫാമിലിയോ കുടുംബമൊന്നുമില്ല, അവർ ഫ്രീ ആണ്, ലിവിങ് ടുഗദർ. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇതിനെല്ലാം പരീക്ഷിച്ച് നോക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് സന്തോഷം, ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞിട്ടൊരു ഒരു കംപ്ലീറ്റ് ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. സിംഗപ്പൂരൊന്നും ആരും വിവാഹം കഴിക്കുന്നില്ല. കാര്യം എന്താ പറയുക, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ സ്ത്രീ സ്വത്തിൻ്റെ പകുതി ചോദിക്കും, കൊടുത്തേ പറ്റും, ഡൈവോഴ്സ് ചെയ്യും. അങ്ങനെ 4-5 ഡൈവോഴ്സ് കഴിയുമ്പോൾ കോടികളുടെ ആസ്തിയാണ്. അതുകൊണ്ട് മക്കളൊക്കെ അമ്മമാർ അച്ഛന്മാർ തന്നെ പറയും കല്യാണം കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അവർ കല്യാണം കഴിക്കുന്നില്ല, വീട് വെക്കുന്നില്ല, കാറ് BMW ഒന്നും വാങ്ങിക്കുന്നില്ല. കാര്യം എന്താ? ഇതെന്നെ ഉറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കണം, CMA ഉണ്ടെങ്കിലും ലക്ഷങ്ങളാണ് വേസ്റ്റ്, കൊടുക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. അതേസമയം ഊബർ വിളിച്ചാൽ രാജാവായിട്ട് പാവം, ഒന്നും അറിയണ്ട, ഡ്രൈവർ സഹിതം. മറ്റേ ഡ്രൈവറിന് ആവശ്യം പറയും, ഇതൊന്നും വേണ്ട. അവനെന്തിനാ വീട്? അപ്പം ഇത് വാടകയ്ക്ക് കോടികൾ മുടക്കി വീട് പണിഞ്ഞിട്ട് അത് ഡിപ്രീസിയേഷൻ വന്ന് കുറേ നാൾ കഴിയുമ്പോൾ പഴയ വീടാവും. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വാടകയ്ക്ക് ആവശ്യം പോലെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് പറയാം. എൻ്റെ ആണെന്ന് പറയാൻ വേണ്ടി എന്തിനാ ഇതിനൊക്കെ ഇത്രയും കോടികൾ മുടക്കുന്നത്? ശരിയാ ഒരു കണക്കിന് കാലം മാറി വരുവാണ്. ആളുകൾ ചിന്തിക്കുന്ന പല രീതിയിലാണ് എന്ന് പറഞ്ഞ് ഞാനൊന്നിനും നിർബന്ധിക്കുകയല്ല. ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ പോയാൽ നമുക്ക് ചിന്ത ഫ്രീ ആയിരിക്കും. ചിന്തയുടെ മനസ്സമാധാനം കിട്ടും. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തിയാൽ ഉണ്ടല്ലോ ഭയങ്കര ടയർഡാവും. മനസ്സിലാവും? ഒഴുക്കിനെതിരെ നീന്തിയ ഭയങ്കരമായിട്ട് നമ്മൾ ടയർഡാവും. ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താനാണ് എളുപ്പം. ആകെ കുറച്ചാളെ ജീവിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വിപ്ലവം നടത്തണം, നമുക്കിവിടെ വലിയ കാര്യം ചെയ്യാനൊന്നും സമയമില്ല. അതിനുള്ള സമയമില്ല. അവിടെ എളുപ്പം മരിക്കാനാവും. ടപ്പേന്നങ്ങ് പോകും. അവിടെ നമ്മൾ ഒഴുക്കിന് അനുകൂലമായി നീങ്ങിക്കൊണ്ട് കൂടുതൽ അറിവിലേക്ക്, തിരിച്ചറിവിലേക്ക് എത്തുക. ഈശ്വരൻ ഒരിക്കലും ചോദിക്കത്തില്ല നിങ്ങൾ വിവാഹം കഴിച്ച ആളാണോ, അങ്ങോട്ട് മാറിക്കും, നിങ്ങൾ വിവാഹം കഴിച്ച ആളല്ലയോ ഇങ്ങോട്ട് കയറാൻ. ഇങ്ങനൊന്നും പറയത്തില്ല. ആത്മീയതയിൽ സമാധിയിലേക്ക് എത്താൻ പലരുടെയും തെറ്റിദ്ധാരണയാണ്. വിവാഹം കഴിക്കാത്ത ആളിന് എന്തോ പ്രാധാന്യം കൂടുതലുണ്ട്. അങ്ങനൊന്നുമില്ല. നിങ്ങൾ എത്രമാത്രം സ്പിരിച്വലി സത്യം അറിയുന്ന ആളാണ്, അത് മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആളാണ്, അത് ഏത് മാർഗം ഉപയോഗിക്കാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരും. അങ്ങനെയുള്ളവർ കയറി വയ്ക്കാൻ മതി. ഈശ്വരൻ അതിന് ഏറ്റവും എളുപ്പമാർഗം നമ്മൾ ഇതിനൊന്നും ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. അത്രയ്ക്ക് പവറായിരുന്നില്ല. ആ പവർ നമുക്ക് അനുകൂലമാക്കിയെടുക്കുക. ഒരു സ്ത്രീയുടെ ഒരു പിക്ചർ കണ്ടാൽ, ഒരു സംഭവം കണ്ടാൽ നമുക്ക് ഭയങ്കരമായ എനർജി വരും. നാമജപം ഉണ്ടെങ്കിൽ, ഉപാസന ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദേവി ഉപാസന ഉണ്ടെങ്കിൽ, ഒരു പുരുഷൻ ചില ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിസ്സാരമായിട്ട് ഈ വരുന്ന എനർജി തന്നെ മുഖശാസ്ത്രത്തിലോട്ട് കയറും, കുത്തിപ്പിടിച്ച് അതേ പവറോടുകൂടി, അതിലും പവറോടുകൂടി മേലോട്ട് കയറും. അതിൻ്റെ
മൂവ്മെൻറ്റിൻ്റെ രീതി ഒന്ന് മാറ്റിയാൽ മതി, അതിൻ്റെ ദിശ ഒന്ന് മാറ്റിയാൽ മതി, സെക്സ് ഓർഗനിലോട്ട് പോകുന്ന മേപ്പോട്ടാക്കിയാൽ മതി. അതിന് ചില ടെക്നിക്സ് ഉണ്ട്. അത് സാധന ചെയ്തെങ്കിൽ മാത്രമേ പറഞ്ഞാൽ പോലും മനസ്സിലാവൂ. ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ആൾ ചോദിക്കുന്നത്, അന്ന് പറഞ്ഞ സാറ് പറഞ്ഞ സാധനം ഇതാണ്, ഈ സമയത്താണോ മറ്റേത് അപ്ലൈ ചെയ്യേണ്ടത്? അതെ അല്ല, ഒരിക്കലും മനസ്സിലാവത്തില്ല. ആ സമയത്ത് എത്തുമ്പോൾ അത് ചെയ്യട്ടെ, അത് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് മാറും. ഗ്രാജുവലിയാണ്, ഒരു ദിവസമല്ല. ചിലർക്കത് വേഗം കിട്ടും, ചിലർക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കിട്ടും. അത്രേ എനർജി തന്നെ നേരെ മേപ്പോട്ട് കയറും, അതിലും പവറായിട്ട് മേലോട്ട് കയറും. ഓർഗൻ അങ്ങ് ഡൗൺ ആവും, സെക്സ് ഓർഗൻ അങ്ങ് ഡൗൺ ആവും. എന്നിട്ട് അത് മറ്റേ 90 ഡിഗ്രിയിലേക്ക് വരും, ഒരു പോൺ വീഡിയോ കണ്ട അല്ലെങ്കിൽ ഒരു സംഭവം കണ്ട. പക്ഷേ എന്നിട്ട് ഈ ഓർഗൻ അങ്ങ് ഡൗൺ ആയിട്ട് ഇതേ എനർജി മേപ്പോട്ട് കയറും, അത് സഹസ്രാജോട്ട് വരും. ഇത് നമ്മുടെ കയ്യിലുമല്ല. നമ്മൾ പിടിച്ചാൽ നിർത്താനോ നമ്മൾ പിടിച്ച് അങ്ങോട്ട് മാറ്റാനോ ഇങ്ങോട്ട് മാറ്റാനോ ഒന്നും ഈ പറയുന്നോട്ട് പറ്റത്തില്ല. നമ്മുടെ കയ്യിലല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ഇതിൻ്റെ ദിശ മാറ്റാനേ പറ്റും. അല്ല ഇതിനെ കൊണ്ടുവന്ന് മറ്റേ ചക്രത്തിൽ വെക്കുക, ആ ചക്രത്തിൽ വെക്കുക, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി, ഇതൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനല്ലത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വലിയ കൺട്രോളില്ല, നമ്മുടെ കയ്യിലല്ലത്. ഇത് നമുക്ക് ഇടമേഖല കൂടെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പോകുന്ന എനർജി പോയി ബാധകളെ കൊണ്ടുവന്ന് സൂക്ഷ്മശക്തികളെ കൊണ്ടുവന്ന് ശരീരത്തിലെ പ്രോസസ് ചെയ്യിച്ചിട്ട് നമ്മളെ കൊണ്ട് തെറ്റായ കർമ്മങ്ങൾ ചെയ്യും, തെറ്റായ ഡിസിഷൻ എടുക്കും, ജീവിതം ദുരിതമാണ്. അപ്പോൾ ആ സമയത്ത് ഈ നെഗറ്റീവായിട്ടുള്ള ദേവതകളെ ആവാഹിച്ച് മാറ്റി പോസിറ്റീവായിട്ടുള്ള ദേവതകളിലേക്ക് കണക്ട് ചെയ്യുന്നു സാധകനെ. അപ്പോൾ ആ പോസിറ്റീവ് ദേവതകൾക്ക് കുണ്ടലിന് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ദേവത ഉപാസന ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ദേവതയുടെ ഹെൽപ്പോടുകൂടി ഈ കുണ്ടലിനെ സുഷുമ്നയെ കൂടെ കയറ്റിവിടുന്നു. അപ്പം നല്ല ദേവതയില്ല, ചീത്ത ദേവതയില്ല, അവിടെ ദേവതകൾ ആരുമില്ല. നേരെ സമാധിയിൽ, ശിവസമാധിയിലേക്ക് നമ്മൾ സഹസ്രാരത്തിൽ എത്തിച്ചേരും. ഈ ഓർഗൻ ഡൗൺ ആവുന്ന കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഓർഗൻ ഒന്നും റൈസ് ആവത്തില്ല. എപ്പോൾ നിങ്ങൾക്ക് സെക്സ്വൽ ചിന്ത വരുന്നു അപ്പോഴൊക്കെ ഇത് സഹസ്രാരത്തിലോട്ടായിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സെക്സ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പോകത്തൊന്നുമില്ല, സെക്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓർഗനിലേക്ക് ശ്രദ്ധിച്ചാൽ അത് അങ്ങോട്ട് വരും. അല്ലാത്തപ്പോഴൊക്കെ നോർമലി അത് സഹസ്രാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് സമാധി എന്ന് പറയും. ഞാൻ ഓപ്പണായിട്ട് പറയും, ഒന്നും തോന്നരുത്, ഇതിൻ്റെ റിയാലിറ്റി പറയും. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ കുറേ ഒരുക്കങ്ങൾ വേണം. അതാണ് ഇപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് കാണുന്നില്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഈ ഒരുക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫൈനൽ സംഭവം. ഈ ഒരുക്കങ്ങളുടെ ഫലമായിട്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതല്ല. അല്ലാതെ ഈ ഒരുക്കങ്ങളിലൂടെ ഇത് ഇന്ന് സംഭവിപ്പിക്കുന്നൊന്നുമല്ല, നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ എൻലൈറ്റ്മെൻറ്റ് കിട്ടിപ്പോയത്. അതങ്ങനെ സംഭവിക്കുന്നതല്ല. ഇനി എൻലൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും എന്തെല്ലാം നിറം പിടിച്ച കഥകളാണ് അല്ലേ? ഭയങ്കര സിദ്ധനായിരിക്കും, ആകാശത്തിൽ പറക്കാൻ പറ്റുക, അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനൊന്നും അല്ലത്. നമ്മൾ ഈ സംഭവം തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് ഒരാൾ പൂർണ്ണ സമാധിയിൽ എത്തുന്നത് അപ്പം മാത്രമാണ് അയാൾ പൂർണ്ണമായി സമാധിയെ പൊലുതുന്നത്. സവികൽപ്പ സമാധി പോയി വരാനേ പറ്റത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പൂർണ്ണ ആനന്ദ അവസ്ഥയിലേക്ക് ചെല്ലാം, എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരാം. തിരിച്ചു വരേണ്ടി വരും. നിർവികൽപ്പ സമാധി അത് നമ്മുടെ ഈ ശരീരം ഉപേക്ഷിക്കാൻ, ശരീരം കൊണ്ട് കർമ്മം ഒന്നും ബാക്കിയില്ല എന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ അവസ്ഥയിലോട്ട് അംഗീകരിക്കും. പിന്നെ തിരിച്ചു വരവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പൂർണ്ണമായ ഒരവസ്ഥ എന്ന് പറയുന്നതിനെ അറിയണമെങ്കിൽ ശരീരം വിട്ടെങ്കിലേ അത് പൂർണ്ണമായി അറിയാൻ പറ്റത്തുള്ളൂ. ശരീരത്തിൽ വന്ന് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് ഇതുപോലെ ആളുകൾ സംസാരിക്കുന്നത്. അവർക്ക് പൂർണ്ണമായി ഇത് അറിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ നിർവികൽപ്പ സമാധി ചെന്നാൽ മാത്രമേ എനിക്കത് അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനും പറ്റത്തില്ല. എനിക്ക് സവികൽപ്പ സമാധി വരെയുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് അർഹതയുള്ളൂ, പറയാൻ പറ്റത്തുള്ളൂ. നിർവികൽപ്പം അറിയണമെങ്കിൽ ഞാൻ ഈ ലോകമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിടാൻ തയ്യാറായിട്ട് ഇരിക്കണം. പിന്നെ അങ്ങോട്ടുള്ള അനുഭവങ്ങൾ പിന്നെ തിരിച്ചു വരവില്ല. പിന്നെ ശരീരബോധമില്ല, പോയി. അത്ര ആനന്ദം. കൂടി സൂര്യ സംപ്രഭ എന്ന് പറയുന്നത് പിന്നെ ഇല്ല ഒന്നും. പ്രളയം എന്ന് പറയുന്നതാണ്. പ്രളയം കംപ്ലീറ്റ് മുങ്ങുവാണ്, പിന്നെ ഒന്നുമില്ല. അത്രയ്ക്ക് ആനന്ദത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. സവികൽപ്പം തന്നെ കോടി ആനന്ദമാണ്. നിർവികൽപ്പം നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പോലും പറ്റത്തില്ല. അത് അതുപോലുള്ളതായിരിക്കും. ആയിരിക്കുന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിൽ ഇരുന്നിട്ടില്ല. ഇതിനാ പേടിയായിട്ടാണ്. കാരണം ഇവിടെ കുറച്ച് കർമ്മം കൂടെ ബാക്കിയുണ്ട്. ഈ കർമ്മം തീരാത്തിടത്തോളം അത് പോയാൽ ശരിയാവത്തില്ല. പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോയാൽ ശരിയാവത്തില്ല. പോകത്തില്ല മാത്രമല്ല. ഇല്ലെങ്കിൽ പിന്നെ ബർത്ത് വരും. അതങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പല കൺഫ്യൂഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതത്ര ക്ലിയറായിട്ട് നമുക്ക് ഇതാകാനുള്ള ഇതിലോട്ട് വരത്തില്ല. നമ്മൾ ഇവിടെ വരെയുള്ള കാര്യങ്ങളും നമുക്ക് പറയാനും പറ്റത്തുള്ളൂ. ആരായാലും
എത്ര വലിയ ആളാണ് ഈ പറഞ്ഞിട്ടുള്ളവരൊക്കെ സവികല്പത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിർവികല്പത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഫാക്ട്. ഇത് ഗ്രാജുവലി എത്തിച്ചേരുന്ന ഒരു അവസ്ഥ. അത് ഇന്ന ദിവസം എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്ന ഇത്ര നാൾ സാധനം ചെയ്താൽ പറ്റത്തില്ല. ഈ കുണ്ടലിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടുവച്ച് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ ഒരു പോക്കാണ്. പിന്നെ നമുക്ക് എനർജി, നമുക്ക് കുണ്ടലിനെ നമുക്ക് എന്താ പറയുന്നത് അവിടെ ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റുമെന്നുള്ള വേറൊരു രീതി കറക്റ്റാണ്. ഈ മെറ്റീരിയലായിട്ട് ഇത് കറക്റ്റാണ്. മെറ്റീരിയലായിട്ട് ഈ കറക്റ്റാണ്. ഫിസിക്കൽ ബോഡിയായിട്ട് മെറ്റീരിയലായിട്ട് ഇത് കറക്റ്റാണ്. പക്ഷെ പ്രാണമയ കോശത്തിൽ ഇതിൻ്റെ ഈ റൂട്ട് പാത്ത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്നത് നിർബന്ധിച്ചല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഡീവിയേഷനൊക്കെ ഇടവെങ്കള പാർട്ടിൽ വെച്ച് നടക്കും. ആജ്ഞയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ഇവിടെ തുടിക്കും, പലർക്കും വൈബ്രേഷൻ വരും. അത് ഇടവെങ്കള ആജ്ഞയിലുള്ള മാനിഫെസ്റ്റേഷനിൽ ദേവതകളെ വെച്ചിട്ട് ഇതൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പിടിക്കാനും പല പല കാര്യങ്ങളൊക്കെ നടത്താനും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാനും ആളുകൾ ഉപദ്രവിക്കാനും ഒക്കെ പറ്റും. അതൊക്കെ ഈ കുണ്ടലിനെ അല്ലെങ്കിൽ എനർജി ഇങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. സുഷുമ്ന പാത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിലല്ല. സഹസ്രാരത്തോടുള്ള സുഷുമ്ന പാത്ത് നമ്മുടെ കയ്യിലല്ല. പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞത് ഗ്രാജുവലി അങ്ങോട്ട് എത്താൻ പറ്റും. അതുകൊണ്ട് ഈ സത്യത്തിൽ നിന്ന് തുടങ്ങി ജ്ഞാനം സമ്പാദിച്ച് അവിടുന്ന് ആനന്ദത്തിലേക്ക്